BPAE 143 Administrative Systems in BRICS. We are going to take Unit 7 and 8. Once again, BPAE 143 Administrative System in BRICS. Today we are going to take Unit 7 and 8. Unit 7, Personnel Management. PRSONAL. Personnel. Plural another. Management, recruitment and promotion. ഇത് ഓരോരോ രാജ്യങ്ങളുടെ 5 രാജ്യങ്ങളുടെ വേരിയസ് ടൈപ്സ് ഓഫ് സിവിൽ സർവീസ് റിക്രൂട്ട്മെന്റും പ്രൊമോഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ മാത്രമല്ല, ബ്രസീല്, റഷ്യ, സൗത്ത് ആഫ്രിക്ക, അതേമാതിരിയുള്ള രാജ്യങ്ങളിലെ എല്ലാം. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് സിവിൽ സർവീസിന്റെ റിക്രൂട്ട്മെന്റ്, അവിടുത്തെ പ്രൊമോഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഈ 5 രാജ്യങ്ങളുടെ. അപ്പോൾ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അസറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അല്ലാണ്ട് ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ റിസോഴ്സസോ അല്ലെങ്കിൽ പണമോ ബിൽഡിങ്ങോ യാതൊന്നുമല്ല. അതിൽ വർക്ക് ചെയ്യുന്ന മാൻ പവറാണ് ദേ ആർ ദ റിയൽ അസറ്റ്. അതേമാതിരി ഇന്ത്യ രാജ്യത്തിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ ഒക്കെ അവരുടെ റിയൽ അസറ്റ് അവിടുത്തെ ബ്രൈറ്റ് സിറ്റിസൺസും അവിടെ ആളുകൾ, പല ടൈപ്പിലുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ എല്ലാ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ പോലെയാണ് ഒരു നേഷൻ ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാനാകൂ. ഈ ഉദാഹരണത്തിന് നമ്മുടെ നാഗസാക്കി ഹിരോഷിമയിലെ ബോംബ് ഇതില് അറിയാലോ, അമേരിക്കൻ ബോംബ് ഇട്ടതിന്റെ ശേഷം നാമാവിശേഷമായി ആൾമോസ്റ്റ് നമ്മുടെ ജപ്പാൻ. പക്ഷെ ഇന്ന് ജപ്പാൻ എവിടെ എത്തി? കാരണം they don't have that much population and they are blessed with many natural calamities like earthquake, പല വിധത്തിലുള്ള ഇത് നമ്മുടെ സുനാമി, ഇതേമാതിരിയുള്ള അഗ്നിപർവ്വതം, ഇതേമാതിരിയുള്ള ഓരോരോ ഐലൻഡിൽ ഓരോരോ പ്രശ്നമാണ് അവിടെ. എങ്കിലും വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രി ഇൻ ദ വേൾഡ് എങ്ങനെയായത്? ജപ്പാൻ. അതിനേക്കാളും മുമ്പുള്ളതല്ല ഇന്ത്യ. ജപ്പാൻ ആയത് അവരുടെ ആത്മാർത്ഥ, അതായത് കഠിന പ്രയത്നം, അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ലെവലിലെത്തിയത്. നിങ്ങളോ സി ദ പ്രൊഡക്ട്സ് ഓഫ് ചൈന ആൻഡ് ദ പ്രൊഡക്ട്സ് ഓഫ് ജപ്പാൻ. റിലയബിലിറ്റി ബാക്കി അത് ഞാൻ നിങ്ങൾക്ക് തരും. ചൈനയുടെ പ്രൊഡക്റ്റിന് ഗ്യാരണ്ടി ഇല്ല. ജപ്പാന്റെ ഇപ്പോൾ ഇതായിക്കോട്ടെ, മറ്റേ നമ്മുടെ ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ നോക്കിക്കോളൂ എന്താണെന്ന്. നേരെ മറിച്ച് ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന കാൽക്കുലേറ്റർ ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല, യാതൊന്നുമില്ല. ജപ്പാൻ്റെ അങ്ങനെയല്ല. അവരുടെ ക്വാളിറ്റി അഷുറൻസ് ആണ് ഏറ്റവും പരമപ്രധാനം. അതിനും കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തറിയോ, കണ്ടമാനം അവര് പ്രൊഡ്യൂസ് ചെയ്തു. അവരുടെ കാരണം പൈസ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട്. They just manufactured many things, but they didn't bother about the quality of the products. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് അവരത് എക്സ്പോർട്ട് ചെയ്തു. അതെല്ലാം റിജക്ട് ചെയ്തു വന്നു, USA എന്നും UK എന്നും. അപ്പോൾ കളിയാക്കി ഇവര്. അതായത് എങ്ങനെയാണ് ഇതെല്ലാം ഇത് എവിടുന്ന വന്നെന്ന് ചോദിച്ചു. അപ്പൊ ജപ്പാന്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജപ്പാൻ എന്ന രാജ്യത്തിനാണ് ആ ദോഷം വന്നത്. കാരണം എന്താ വെച്ചാൽ, ജാപ്പാനീസ് പ്രൊഡക്ട്സ് ആർ കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ബൈ ദ ഫോറിൻ കൺട്രീസ്. അങ്ങനെ ഒരു നിലയിലെത്തി. അപ്പോൾ അന്ന് അവർ തീരുമാനം എടുക്കും, ഇനി ഞങ്ങൾ വി വിൽ ഷോ ടു ദ വേൾഡ് how the quality assurance and other things, they adopted many innovative steps. പല just in time quality control, total quality management, quality സർക്കിൾ, ഇങ്ങനെയൊക്കെ. അപ്പൊ അവിടുത്തെ ജനങ്ങളാണ്, അവിടുത്തെ എന്നല്ല എല്ലായിടത്തും കേട്ടോ, ഇന്ത്യയിലത്തെ അതെ, ജനങ്ങളാണ് ഏറ്റവും വലുത്. അതോർക്കണേ, ജനങ്ങളില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ ഈ കാണുന്ന കോലാഹലം ഉണ്ടല്ലോ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതിന് ഒന്നുമില്ല. ജനങ്ങളില്ലെങ്കിൽ എല്ലാം പോയി. ഇപ്പൊ കണ്ടില്ലേ ഓരോ രാജ്യങ്ങളുടെ സ്ഥിതിയൊക്കെ അറിയില്ലേ? അപ്പൊ ജനങ്ങളാണ്, ഞാനാണ് അധിപൻ എന്ന് ചോദിച്ചാൽ അല്ല. മനസ്സിലായില്ലേ? ഇന്ന് കാണുന്ന രാജാവ് നാളെ ഉണ്ടാവില്ല. കാരണം ജനങ്ങളാണ് രാജാക്കന്മാര് എവിടെയും. മനസ്സിലായോ? അപ്പൊ പേഴ്സണൽ അവര് എങ്ങനെ മാനേജ് ചെയ്യണം, അതാണ്. അപ്പൊ ഇവിടെ റിക്രൂട്ട്മെന്റ് എങ്ങനെ, പ്രൊമോഷൻ എങ്ങനെയാണ്? അപ്പൊ വളരെ സെലക്ഷൻ ഓഫ് ദ പേഴ്സണൽ ടു ദ സിവിൽ സർവീസ് ഓഫ് എനി കൺട്രി, അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. സോ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ് പറഞ്ഞ രാജ്യം എന്ന് കേട്ടോ, അല്ലാണ്ട് സംസ്ഥാനം എന്നല്ല അവിടെ പറഞ്ഞ. സ്റ്റേറ്റ് പെർഫോംസ് ലാർജ് നമ്പർ ഓഫ് ഫങ്ഷൻസ് ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് എ മോഡേൺ വെൽഫെയർ സ്റ്റേറ്റ്. വെൽഫെയർ സ്റ്റേറ്റ് പറഞ്ഞാൽ നല്ല ജനങ്ങളുടെ
നന്മയ്ക്ക് വേണ്ടി കുടികൊള്ളുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ വെൽഫെയർ സ്റ്റേറ്റ് ആണ്. സോ ദ എഫക്റ്റീവ് പെർഫോമൻസ് ഓഫ് ദീസ് ഫങ്ഷൻസ് റിക്വയർസ് ആൻ എഫിഷ്യന്റ് ബോഡി ഓഫ് സിവിൽ സർവൻസ്. ഈ നമ്മുടെ രാജ്യം ചലിക്കണമെങ്കിൽ എല്ലാ വിധത്തിലും പല ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് അറിയാലോ, ഓരോന്നും സിവിൽ സർവന്റ് വേണം. അത് ജോലി ചെയ്യാൻ ആള് വേണ്ടേ? അപ്പൊ അതും വെറുതെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സംസ്ഥാനമായിക്കോട്ടെ, രാജ്യമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, യൂണിയൻ ടെറിട്ടറി ആയിട്ട് അവിടെ ആള് വേണ്ട, സിവിൽ സർവന്റ് വേണ്ട, ക്വാളിഫൈഡ് ആളുകൾ വേണ്ട, അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ ദി ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ സിവിൽ സർവീസ് ഡിപ്പെൻഡ് അപ്പോൺ ദ പോളിസി ഓഫ് ദ റിക്രൂട്ട്മെന്റ്. നോക്കൂ, അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് എത്ര, UPSC സെലക്ഷൻ എത്ര 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 എഫിഷ്യന്റ് മാനേജ്മെന്റ് ആണ്. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എല്ലാം ഞാനിപ്പോ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയുടെ വരുമ്പോൾ ഞാൻ പറയാം. UPSC നോട്ട് ഡൗട്ട്, UPSC ഒരു അത്ര ഒരു എവിടെ കംപ്ലൈന്റ് വരുന്നത്? UPSC നിങ്ങൾ കണ്ടിട്ടുണ്ടോ കംപ്ലൈന്റ് എന്തെങ്കിലും? IPS സെലക്ഷൻ, IAS സെലക്ഷൻ വളരെ റയർ. ഇച്ചിരി എന്തെങ്കിലും ഒരു ചോദ്യത്തിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അല്ലാതെ. അതേമാതിരി UGC നെറ്റ് നോക്കൂ, നോ കംപ്ലൈന്റ്. കൃത്യം 6 മാസത്തിനുള്ളിൽ 20 ദിവസം കൊണ്ട് റിസൾട്ട്. അതേമാതിരി UPSC എല്ലാം എത്ര ലക്ഷം ആളുകളാണെന്ന് ഓർത്തോളൂ. അത് 9 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷത്തെയാണ് UGC നെറ്റിന്റെ കുട്ടികൾ. 20 ദിവസം കൊണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. എത്ര പ്രോംപ്റ്റ് ആണ്. അല്ലെങ്കിൽ ഒരു ഇതുമില്ലല്ലോ. അവര് ക്രിറ്റീരിയ ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആ റൂൾസ് ഞാൻ എന്തുകൊണ്ട് ഇന്ത്യയുടെ പറഞ്ഞാൽ അത് മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കണം എന്ന്. അപ്പൊ UGC നെറ്റ് നോക്കിക്കോളും. അതേമാതിരി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നോക്കൂ. നമ്മുടെ ഇപ്പൊ UPSC ആയിക്കോട്ടെ, പറഞ്ഞില്ല IAS ഇതൊക്കെ ഉണ്ടല്ലോ. അവർ ക്രൈറ്റീരിയ ഫിക്സ്, എലിജിബിലിറ്റി, ഏജ്, ക്വാളിഫിക്കേഷൻ, പ്രിലിമിനറി ഇന്റർവ്യൂ, അത് റിട്ടൺ ടെസ്റ്റ്, അത് ഇത് എത്ര മാർക്ക് വേണം, പേഴ്സണൽ ഇന്റർവ്യൂ, ഇതുണ്ടെങ്കിൽ എന്നിട്ട് അഗ്രിഗേറ്റ് നോക്കിയിട്ട് കിട്ടൂ. എന്നിട്ടാണ് നിങ്ങളെ മെറിറ്റിൽ വരുന്നത്. അപ്പോ ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ സിവിൽ സർവീസ് ഡിപ്പെൻഡ് അപ്പോൺ ദ പോളിസി ഓഫ് ദ റിക്രൂട്ട്മെന്റ്. ഇഫ് ദ റിക്രൂട്ട്മെന്റ് പോളിസി ഇസ് ഗുഡ്, then the country will have a better. നല്ല കഴിവുള്ള ആളുകൾ രാജ്യത്തിന് നമുക്ക് കിട്ടും. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ആളുകളെ നല്ല വിധത്തിൽ കിട്ടും. മീനിങ്, സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ആൻഡ് ടൈപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പബ്ലിക് പേഴ്സണൽ. പറഞ്ഞല്ലോ. ദ എഫിഷ്യൻസി ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ഇവിടെ കിടക്കുന്നത് നമ്മുടെ അത് ചലിക്കണം. ഗവൺമെന്റ് പോളിസിയിൽ എടുക്കുന്നത് അത് നടപ്പിലാക്കേണ്ട ആരാണ്? പല ഗവൺമെന്റ് പല പോളിസിയും നടപ്പിലാക്കുന്നില്ല പല കാര്യങ്ങളും. മനസ്സിലായില്ലേ? അത് നടപ്പിലാക്കേണ്ടത് സെക്രട്ടേറിയറ്റ് ആണ്, അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ആണ്, പലതുമാണ്. അപ്പൊ ദ എഫിഷ്യൻസി ഓഫ് ദ അപ്പൊ നടപ്പിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നടപ്പിലാക്കിയില്ലെങ്കിൽ ഇപ്പൊ ബ്രഹ്മപുരം പ്ലാന്റ് ഒരാഴ്ച മുമ്പേ അല്ല, കുറച്ച് ദിവസം മുമ്പേ ഒന്ന് കത്തി ശമിച്ചേ ഉള്ളൂ. ഇതന്നല്ല രണ്ടാമത് കത്തി. എങ്ങനെയുണ്ട്? ദാറ്റ് ഈസ് very highly irresponsible way the municipal corporation as well as the concerned authorities. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് കലക്ടറാണ്. കലക്ടറെ പെട്ടെന്ന് മാറ്റി വേറൊരു കലക്ടർ വന്നു. ഇപ്പൊ എന്താ 2ാം തീയതി പിടിച്ചു. 4-5 ദിവസമുള്ള 5-6 ദിവസമുള്ള ഒരാഴ്ച കൊണ്ട് പിന്നെയും തീ പിടിച്ചു. എന്ത് പറ്റി? ആ കലക്ടർ മാറ്റുമോ? അപ്പൊ സിസ്റ്റം ഫെയിലിയർ ആണല്ലേ. കലക്ടറെ മാറ്റി മാറുമോ? ഇപ്പൊ ഒരാൾ വന്നിട്ട് ആകെ 5 ദിവസമേ ഉള്ളൂ. മറ്റേ പോയ ആള് ആകെ 5 മാസം ഉണ്ടായിരുന്നുള്ളൂ. ഇത് 5 ദിവസമായിട്ടുള്ളൂ. 5 അല്ലെങ്കിൽ ഒരാഴ്ച. 2ാമത് തീ പിടിച്ചോ. എവിടെയാണ് അപ്പൊ സിസ്റ്റം ഫെയിലിയർ? അതേമാതിരി നോക്കും നമ്മുടെ ഫയർ എഞ്ചിൻ ആയിക്കോട്ടെ, വേറെ എന്തായിക്കോട്ടെ. ആ പാവങ്ങൾക്ക് ഈവൻ ട്രെയിനിങ് പ്രോപ്പർ ഇല്ല, സാലറി പ്രോപ്പർ ഇല്ല, അതേമാതിരി അവർക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. ഫയർ എഞ്ചിന് വാട്ടർ ഇല്ല, ഡ്രൈവർ ഇല്ല. എങ്ങനെ പിന്നെ അഡ്മിനിസ്ട്രേഷൻ തീ കത്തിയാ പിന്നെ ആരാ വെള്ളം കെടുത്തുക? വെള്ളം കൊണ്ട് ഇത് ചെയ്യുക? ആള് വേണ്ടേ? അത് മാത്രമല്ല, ട്രെയിനിങ് വേണ്ടേ? അത് ട്രെയിനിങ് പാർട്ട് വരുമ്പോൾ അപ്പം സംസാരിക്കാം നിങ്ങൾക്ക് കേട്ടോ. നിങ്ങളവിടെ വാങ്ങി വെച്ചാൽ മതിയോ? അതായത് നമ്മളെ ഒരു വലിയ എന്തെങ്കിലും നമ്മുടെ ഹെലികോപ്റ്റർ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വാങ്ങി വെച്ചാൽ അത് പറപ്പിക്കൊന്നും വേണ്ടേ? ഇപ്പൊ നമ്മള് വലിയ വിമാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിനുള്ള ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. ഇല്ലെങ്കിൽ തീർന്ന പരിപാടി. ദി എഫിഷ്യൻസി ഓഫ് ദ ഗവൺമെന്റ് മിഷനറി ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ സർവീസസ് റെൻഡേർഡ്. ഞാനിത് എന്തെല്ലാം പറയുമ്പോൾ ഒരു ഇതിനെ പറ്റിയിട്ടോ ഒരു ഗവൺമെന്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയെ പറ്റിയോ അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ കോറിലേറ്റ് ചെയ്യുന്ന ആ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കാരണം സിസ്റ്റം പ്രോംപ്റ്റ് ആയിരിക്കണം ഗവൺമെന്റിൽ എന്നാണ് ഞാൻ പറയുന്നത്. ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ. ഞാൻ ഇറസ്പെക്റ്റീവ്, നോട്ട് അറ്റ് ഓൾ കൺസേൺ വിത്ത് എനി പൊളിറ്റിക്കൽ പാർട്ടി. നമ്മൾ പറയുന്നത് സിസ്റ്റം പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഓട്ടോമാറ്റിക് നടക്കും.
മനസ്സിലായില്ലേ? അത് ചെയ്യേണ്ട എൻവയോൺമെന്റ് ക്ലിയറൻസ്, ആ ക്ലിയറൻസ്, ഈ ക്ലിയറൻസ് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല. സോ റണ്ടഡ് ബൈ ഡിപ്പെൻഡ് അപ്പോൺ ദ സൗണ്ട്നെസ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് സിസ്റ്റം. അപ്പോൾ ഏറ്റവും നല്ല റിക്രൂട്ട്മെന്റ് ആയിരിക്കണം. ഇൻ ദ വേർഡ്സ് ഓഫ് ഗ്ലെൻ, അതെ, റിക്രൂട്ട്മെന്റ് ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദ വേൾഡ് പബ്ലിക്, അതായത് ഫൗണ്ടേഷൻ. നമ്മുടെ പബ്ലിക് സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷനാണ് ആണി. അതായത് എന്താ പറയാ, നമ്മുടെ ഇതില്ലേ, ഒരു വീട് വയ്ക്കുമ്പോ അതിന്റെ ഇതില്ലേ, കല്ല് വയ്ക്കുന്നില്ലേ, അതാണ് അതിന്നല്ലേ കെട്ടിപ്പടുക്കുന്നത്. ആ റിക്രൂട്ട്മെന്റ് ശരിയായിട്ടില്ലെങ്കിൽ തീർന്നു പരിപാടി. കാരണം എന്താണെന്നറിയോ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അവിടെ കൊണ്ടിട്ട് വിചാരിക്കുക, എന്തായിരിക്കും സ്ഥിതി? അവന് ഒന്നും അറിയില്ല, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, യാതൊന്നും അറിയില്ല, എന്തായിരിക്കും സ്ഥിതി? വല്ല ഇൻഫ്ലുവൻസിൽ വന്നു വെച്ചാൽ സ്ഥിതി എന്തായാലും ഉണ്ടല്ലോ, പലരും. അങ്ങനെയൊന്നും ശരിക്കും സിവിൽ സർവീസിൽ പാടില്ല, അവർ എടുത്ത് വലിച്ചറിയണം. കാരണം എന്താ അറിയോ, ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ഡെലിവർ, ദേ ആർ ഗെറ്റിംഗ് സാലറി ഫ്രം ദ ടാക്സ് പെയർ. പക്ഷെ ഓഫ്കോഴ്സ് ഇവിടെ റിലാക്സേഷൻ ഉണ്ട് ചിലർക്ക് കേട്ടോ, ഫിസിക്കലി ചാലഞ്ചഡ്, അതേമാതിരി നമ്മുടെ ആർമിയിലൊക്കെ, നേവിയിലൊക്കെ, അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ ഭാര്യമാരൊക്കെ, അവിടെ എല്ലാം നമ്മൾ കൺസിഡറേഷൻ കൊടുക്കും. ഞാൻ എത്രയോ ഗവൺമെന്റ് കമ്പേഷണൽ ഗ്രൗണ്ട്, യു വിൽ ബി സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് ഐ ഗോട്ട് വൺ മോർ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പറ്റില്ല, കാരണം ആൾ ഇന്ത്യ ടെലികാസ്റ്റാണത്. വൺ സജഷൻ അവാർഡ് വിച്ച് ഐ ഗോട്ട് ഫ്രം KR നാരായണൻ, ലേറ്റ് KR നാരായണൻ, ആരാന്നറിയില്ലേ? അത് എനിക്ക് കിട്ടിയത് ഗവൺമെന്റില് കമ്പേഷണേറ്റ് ഗ്രൗണ്ട് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഒരു സജഷൻ സ്കീമായിരുന്നു ഞാൻ കൊടുത്തതിൻ്റെ. എനിക്ക് അവാർഡ് കിട്ടിയത് ഫ്രം ലേറ്റ് KR നാരായണൻ, ആരാണെന്നറിയില്ലേ? അതിലെന്താണ് വന്നു വെച്ചാൽ, ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ഐ ഫൗണ്ട് ദാറ്റ് സോ മെനി ഡെത്ത്, പാമ്പ് കടിച്ചിട്ട്. കാരണം പുതിയ പ്ലാന്റാണ്, ഇതെല്ലാം വൃത്തിയാക്കുന്ന സമയത്തും കുഴി കുത്തുമ്പോൾ അതിൻ്റെ ഉള്ളത് പാമ്പ്, അത് നല്ല പോയ്സണസ് ഇതാണ്. അങ്ങനെ ആളുകൾ മരിക്കുക, വേറെ ഏതെങ്കിലും വിധത്തിൽ ആളുകൾ മരിക്കുക, അതേമാതിരി ടെററിസ്റ്റ് വയലൻസിൻ്റെ ആൾ മരിക്കുക. അങ്ങനെ ഇത് കണ്ട് മടുത്തു. കാരണം എന്താണെന്ന്, ഞാൻ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഓരോരുത്തരുടെ കരച്ചിലും, അതേമാതിരി പാവം ഭർത്താവില്ലാത്ത ഭാര്യ, കുട്ടികള്, അവരുടെ വിഷമം ഇതെല്ലാം കണ്ടു. അപ്പോൾ അന്ന് ആ സ്കീം ഉണ്ടായിരുന്നില്ല ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ. അതായത് ISRO ആ യൂണിറ്റിൽ ഇല്ല, അവിടുത്തെ ആ യൂണിറ്റിൽ ഇല്ല. ഇന്നിപ്പോൾ ISRO ആണ്, അത് പണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സിന്റെ ആയിരുന്നു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അവിടെ ആ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് എന്താന്ന് വെച്ചാൽ, പണ്ട് ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ 2 രൂപ ഒരാളുടെ ശമ്പളം നിന്ന് കിട്ടി, ഒരു എംപ്ലോയിയുടെ. അതായത് ഡെത്ത് ബെനവലന്റ്, അതായത് ഫണ്ട്, റിലീഫ് ഫണ്ട്. ആരെങ്കിലും മരിച്ചാൽ അവരുടെ, അത് ഓരോരുത്തരും, അവിടെ 13,000 ആള്, അന്ന് 15,000 ആളുണ്ട് ഒറ്റ പ്ലാനില്. അപ്പൊ അതിന്ന് 2 രൂപ അതൊരു ഫണ്ടിലിടും. എന്നിട്ട് ആരാ മരിച്ചു വെച്ചാൽ അവർ ഓർക്കണേ, മരിച്ചവരുടെ വെയിറ്റിംഗ് ലിസ്റ്റാണ്. ആദ്യം ആരാണ് മരിച്ചാൽ അവർക്ക് ആദ്യം, അത് കഴിഞ്ഞിട്ട് ഫണ്ട് വേണ്ടേ, അത് കഴിഞ്ഞ് രണ്ടാമത്, അങ്ങനെ എല്ലാവരും കൊടുക്കും. അപ്പൊ അതാണ് എനിക്ക് മനസ്സിൽ വന്നത്, അവിടെ അങ്ങനെ ഉണ്ടെന്ന്. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ബോംബെ, അവരുടെ ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിച്ചത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താന്ന് പറഞ്ഞു. കാരണം മരണം സംഭവിക്കുന്ന കുറെ, അത് യങ് ആയിട്ടുള്ള ആളുകൾ, ആണും പെണ്ണും, അതേമാതിരി ഇപ്പം കല്യാണം കഴിഞ്ഞ ഉടനെ മരിക്കല്, കുട്ടികൾക്ക് ആളില്ല, അച്ഛനും അമ്മയും ഇല്ലാണ്ടിരിക്കുക, അങ്ങനെ ടെററിസ്റ്റ് വയലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് എൻ്റെ ഓർഗനൈസേഷനിലെ ഒരു സജഷൻ സ്കീമായിരുന്നു അങ്ങനെ. അപ്പോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, അത് എന്തോ ആയിക്കോട്ടെ, പിന്നെ ഇന്നും അത് നിലവിലുണ്ട്. എത്രയോ ആളുകൾക്ക് പ്രയോജനം ഉണ്ടായതുകൊണ്ട്, എത്രയോ ആളുകൾക്ക് എൻ്റെ ഒരു ചെറിയ സജഷൻ കൊണ്ട് അനവധി ആളുകൾക്ക് അത് പ്രയോജനം ഉണ്ടായി. 10-30 കൊല്ലം ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ, കാരണം ഇത് ഫണ്ട് ഹാൻഡിൽ ചെയ്തിരുന്ന HR ഹെഡാണ് ഞാനായിരുന്നു. അപ്പൊ എത്ര പേർക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കാണറിയില്ല, ഈ കൈ കൊണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വലിയ ആത്മസംതൃപ്തി ഉണ്ട്. മാത്രമല്ല, പൈസ മാത്രമല്ല, ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ കമ്പേഷണേറ്റ് ഗ്രൗണ്ട് അപ്പോയിന്റ്മെന്റും കൊടുക്കും അവിടെ. അതായത് ഭാര്യയ്ക്കോ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സപ്പോസ് വേണ്ടാന്ന് വിചാരിക്കുക, ചിലപ്പോൾ ഉണ്ടല്ലോ, അപ്പം മകൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മകന് കൊടുക്കാം. പക്ഷെ ഒരു കാര്യം, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, മരിച്ച ആളുടെ അതേ പോസ്റ്റ് കൊടുക്കണമെന്നില്ല കേട്ടോ. ഇവിടെ ഓർമ്മിക്കുക,
എന്തെങ്കിലും ജോലി കൊടുക്കണമെന്നേ ഉള്ളൂ. കാരണം അവർ സർവൈവ് ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ ഒരു മിനിറ്റ് മരിച്ച ആൾ എഞ്ചിനീയറാണ് വിചാരിക്കുക, അടുത്ത മകന് 10ാം ക്ലാസ് 12ാം ക്ലാസ്സിലാണ് വിചാരിക്കുക, ആ എഞ്ചിനീയർ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ എന്തെങ്കിലും ടു സർവൈവ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് വി ഹാവ് ടു ഗിവ് സം മണി ഫോർ ദെയർ സർവൈവൽ. അപ്പോൾ നമുക്ക് അവിടെ ഏതാണ്, ഇപ്പോൾ ഞങ്ങൾ കണ്ടു അവിടെ ചില സമയത്ത് ഭർത്താവ് തൂങ്ങി മരിച്ചു, അപ്പോൾ സ്ത്രീക്കാരും. അപ്പോൾ അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ സ്ത്രീ ആൾമോസ്റ്റ് ഇല്ലിറ്ററേറ്റ് ആണ്. അപ്പം ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവർ ജോലി കൊടുക്കണം, കാരണം ഒരു കൊച്ചു കുട്ടിയുണ്ട്. അപ്പം എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ ചെറിയ ലൈബ്രറിയിലെ ഇതെടുത്തു കൊടുക്കുന്നത്, പേപ്പർ ഇതൊക്കെ അടുക്കി വയ്ക്കുന്നത്, അങ്ങനെ. എന്നിട്ട് ഞങ്ങളൊരു കണ്ടീഷൻ വെച്ചു, ഒരു കൊല്ലത്തിലുള്ള ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക, എന്നിട്ട് ടൈപ്പിസ്റ്റിൻ്റെ ജോബ് റെഗുലറായി അതായിട്ട് പഠിക്കുക. കാരണം എന്താ അറിയോ, ഈ ആ കുട്ടി ഗ്രേഡിലിടണ്ടേ. ഒരു ഗ്രേഡിൽ വെക്കാന്ന് വെച്ചാൽ നമുക്ക് ഈ പേപ്പർ അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഒരു ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഒരു ഗ്രേഡ് പിയുൻ്റെ ജോബും കൊടുക്കാൻ പറ്റില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ, കാരണം റിക്രൂട്ട്മെന്റ് ഈ പിയുൻ്റെ ഒക്കെ തോന്നി വരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല, ഒക്കെ നമ്പർ ഉണ്ടെല്ലാം. അപ്പം എന്നിട്ട് അവരോട് ടൈപ്പിംഗ് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞ് ചെക്ക് ചെയ്യും. ഒരു ടെസ്റ്റ് കൊടുത്തു ഫോർമാലിറ്റിക്ക്, ഞാൻ തന്നെ കൊടുത്ത്. കാരണം പിന്നെ ഞാൻ 5 മിനിറ്റിന് പറഞ്ഞ 10 മിനിറ്റിന് കൊടുത്തു, പാവം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വെച്ചിട്ട്. എന്താ കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പീഡ് ഉണ്ടാവില്ല, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ ആ കുട്ടിയോട് മുമ്പേ തന്നെ ഒന്ന്, കാരണം അല്ലെങ്കിൽ ജോലി പോകും. അപ്പം ആദ്യം തന്നെ പറയുന്നത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെ എത്രയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സന്തോഷമുണ്ട്, കാരണം അവരുടെ കുടുംബം എല്ലാവരുടെയും നന്നായിട്ട് വരട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് സഹായിക്കുന്നത് ഹെൽപ്പ് ചെയ്യാം, പക്ഷേ വിത്തിൻ ദ റൂൾ. ഇതിപ്പോൾ എന്താണ്, ഒരു 6 മിനിറ്റിന് നമ്മൾ 7 മിനിറ്റ് കൊടുത്തത്. കാരണം എന്താ അറിയോ, അവിടെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒരു കൊച്ചു കുട്ടിയുണ്ട് വളർന്നു വരുന്നത്, കുടുംബത്തിൽ നാഥൻ മരിച്ചുപോയി. അപ്പം അവിടെ ചിലപ്പോൾ നമ്മൾ അല്പം കണ്ണു ചിമ്പിയാലും ദൈവം നമുക്ക്, അല്ലെങ്കിൽ അത് അവിടെ ആരും നമ്മളോട് ചോദ്യം ചോദിക്കില്ല. ആരാ ചോദിക്കുക, നിങ്ങൾ എത്ര മിനിറ്റ് കൊടുത്തത്? എൻ്റെ വാച്ചല്ല, മനസ്സിലായില്ലേ? എൻ്റെ ചിലപ്പോൾ ഒരു മിനിറ്റ്, അതുകൊണ്ട് എന്താ ചിലപ്പോൾ ഒരു മിനിറ്റിന് വളരെയധികം ഇതുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഈ റിക്രൂട്ട്മെന്റിൽ വളരെ സമയക്കുറവുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റിക്രൂട്ട്മെന്റിൽ വളരെ കളിക്കുന്നതല്ല. ഈ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ചില സമയത്ത് 1 മിനിറ്റ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് അന്ന് ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്ററാണ്. ഇത്ര വേർഡ് 165 85 എനിക്ക് ഓർമ്മയില്ല എത്രയെന്ന്. ഷോർട്ട് ഹാൻഡ് 160 വേർഡ് എന്തൊക്കെ ഇങ്ങനെ എഴുതണമെന്ന് പണ്ട് 1989 പരീക്ഷ ഡേറ്റ് ഫിക്സ് ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിൽ പാസ്സായാലാണ് എനിക്ക് ഗസറ്റഡ് റാങ്ക് കേട്ടത്. നാളെ പരീക്ഷ ഇന്ന്. എൻ്റെ വൈകുന്നേരം എനിക്ക് രണ്ട് വിരൽ, ഈ 5 വിരലുണ്ടല്ലോ, ഞാൻ ബാച്ചിലായിരുന്നു, ചപ്പാത്തി കല്ലിൽ കൈ വെച്ചിട്ട് പൊള്ളി. പിറ്റേ ദിവസം എല്ലാം സ്വെല്ലിങ്. എ അടിച്ച ബി വരും, ബി അടിച്ച സി വരും. കാരണം ഒക്കെ സ്വെല്ലിങ് ആയി ഫിംഗർ. കാരണം ഒന്നും അടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ എ അടിച്ച ബി വരണേ, അങ്ങനെ വരും. അപ്പൊ എന്താ ചെയ്തെന്ന് അവിടെ നമ്മള് എനിക്ക് അവിടെ വേറെ ഓഫീസറെ അറിയാം, അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറ്റി എൻ്റെ വിരലിന്. അവർക്ക് അയാൾക്ക് അറിയാം. അപ്പൊ അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നോക്കിക്കോളൂ, ഒരാളുടെ ഒരു ചെറിയ ഒരു ഹെൽപ്പ് ഒരു മനുഷ്യനെ ഇവിടെ എത്തിക്കുന്നു. അവനാൽ സാധിക്കുന്നത് നിയമത്തിനെതിരായിട്ടല്ല. അത് നോക്കൂ, എന്താ നിയമത്തിനെതിരെ? കുറെ ആളുകള് അവിടെ എന്നിട്ട് ഇനി ടൈപ്പിംഗ് ടെസ്റ്റോ വേറെ എന്തെങ്കിലും ടൈപ്പ് റൈറ്റിങ്ങിന്റെ വേറെ എന്തെങ്കിലും ജീവിക്കും. ഒരു കാലത്ത് ഞാൻ 89 വർദ്ധാനം പറയണം കേട്ടോ. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഡൗൺലോഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് 5 മിനിറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യാൻ വേണം 500 വേർഡ്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ കുറെ ആളുകൾ ലൈനിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ്. ഞാൻ അവിടെ ഇരിക്കുന്ന വെച്ചാൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കലക്ഷൻ നിർത്തൂ എന്നും പറഞ്ഞിട്ട്. പക്ഷെ പേപ്പർ അവിടെ നിന്ന് കളക്ട് ചെയ്ത് മെല്ലെ അവസാനം എൻ്റെ അടുത്ത് വന്നു. ഒരാൾക്കും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ അല്പം കൂടി വേർഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ ആ കൃത്യം എത്രയാണോ വേണ്ട ക്രൈറ്റീരിയ അവിടെ എത്തി. കൃത്യം മേപ്പെട്ടില്ല കിപ്പിട്ടില്ല. അങ്ങനെ നമുക്ക് ഗസറ്റ് റാങ്ക് കിട്ടി. അവിടെ അയാൾ വലൈറ്റ് ചെയ്തൊന്നുമില്ല റൂള്. ഇവിടെ നിന്ന് മേടിക്കേണ്ടത് അവിടെ നിന്ന് മേടിച്ചു, അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിക്കേണ്ടത് അങ്ങനെ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അയാൾ യാതൊരു തെറ്റും ചെയ്തില്ല. പക്ഷേ
എൻ്റെ വിഷമം അയാൾക്ക് മനസ്സിലായി. കാരണം ഞാൻ സീനിയർ മോസ്റ്റ് ആളാണ്, എനിക്കിത് തന്നിട്ടില്ലെങ്കിൽ അവർക്ക് തന്നെ അത് വിഷമമാണ്. കാരണം അത്ര ഞാൻ ഹാർഡ് വർക്കിംഗ് ഒരാളുണ്ടായിരുന്നു, ഹാർഡ് വർക്കിംഗ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ അത്ര വിചാരിക്കുന്ന മാതിരിയല്ല, വളരെ കുറച്ച്. പിന്നെ വേറൊരു കാര്യം, സെൻട്രൽ ഗവൺമെന്റിൽ പിന്നെ റിക്രൂട്ട്മെന്റ് വളരെ ടഫാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. അൺലെസ് റിക്രൂട്ട്മെന്റ് പോളിസി, എല്ലായിടത്തും റിക്രൂട്ട്മെന്റ് പോളിസിന്റെ എല്ലാ കമ്പനികളും ഉണ്ട്, എല്ലാ റിക്രൂട്ട്മെന്റ് പോളിസി ഇവിടെയുണ്ട്, സ്റ്റേറ്റിലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ പോളിസി ഉണ്ടാക്കി വരെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം കേട്ടോ. അതും കൂടി ഉണ്ടേ. പബ്ലിക് സർവീസ് കമ്മീഷൻ പോളിസി ഇല്ലേ, ബാക്കി പറയണ്ടല്ലോ. അൺലെസ് റിക്രൂട്ട്മെന്റ് പോളിസി സൗണ്ട്ലി കൺസീവ്, ഹൗ യു ടെൽ മീ 40 lakhs people registered their name in the employment exchange in Kerala. Guinness bookil പേരുണ്ട്. Why our people are going abroad? Because here there is no job opportunity. But a job is available. അറിയാലോ, അത് തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, മോർ ദാൻ 7,500 ഞാൻ 29 years ഞാൻ റിക്രൂട്ടഡ് മെമ്പർ സെക്രട്ടറിയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട്. നെവർ 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 ഒരു വിധത്തിൽ ഒരു കൺസേൺ ഒരാൾക്കും കൊടുത്തിട്ടില്ല. മെറിറ്റ് മെറിറ്റ് ബേസിസിലാണ് ചെയ്യാൻ പറ്റും. അതാണ് റിക്രൂട്ട്മെന്റ്. അങ്ങനെ റിക്രൂട്ട് ചെയ്ത ആളുടെ ക്വാളിറ്റി ഉണ്ടാവും, അതേമാതിരിയുള്ള ക്വാളിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ റാത്താന്ന് എഴുതാൻ, ABCD എന്ന് എഴുതാൻ അറിയില്ല, വായിക്കാൻ പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ അറിയില്ല. ചിലപ്പോൾ നമ്മളൊരു പോസ്റ്റ് ആളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടിനൊക്കെ അവന് ഡെബിറ്റും ക്രെഡിറ്റും അറിയില്ലെങ്കിൽ എന്തിനാ അവനെ റിക്രൂട്ട് ചെയ്യണേ? ഒരു ഡ്രൈവറെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും, അവർ ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അൺലെസ് റിക്രൂട്ട്മെന്റ് പോളിസി സൗണ്ട്ലി കൺസീവ്ഡ് ദർ ക്യാൻ ബി ലിറ്റിൽ ഹോപ്പ് ഓഫ് ബിൽഡിംഗ് എ. അപ്പൊ ഈ ബാക്കി പറയണ്ടല്ലോ. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, ഇൻഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. എന്താ ഡയറക്റ്റ്? നമ്മള് പത്രങ്ങളിൽ പരസ്യം ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഇൻഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്താ പറഞ്ഞാൽ, പിന്നെ നമ്മളെ പ്രൊമോഷനിലൂടെ ആ പോസ്റ്റ് ഫില്ലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടെമ്പററി കോൺട്രാക്ട് ബേസിസിലെ ആളുകളെ എടുക്കുക, അതല്ലെങ്കിൽ മറ്റുള്ള യൂണിറ്റിൽ നിന്ന് ഈ യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, വേക്കൻസി ഫില്ല് ചെയ്യുക, അങ്ങനെ പല പല കാര്യങ്ങൾ. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ എവിടെയെങ്കിലും മാൻ പവർ കൺസൾട്ടന്റ് ഇത് മേടിക്കുക, അതൊക്കെയാണ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിൽ പറ്റില്ല, എല്ലാം ഡയറക്റ്റ് ആണ് കേട്ടോ. പത്രത്തിൽ കൊടുത്തോളാം. ഇപ്പൊ ഞാനൊക്കെ റിക്രൂട്ട്മെന്റ് ഇടായിരിക്കുന്ന സമയത്ത് 18 പേപ്പറിലും എംപ്ലോയ്മെന്റ് ന്യൂസിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 18 പേപ്പർ. ഏതാ പാർട്ടി? 18 പേപ്പർ ആയ ലാർജസ്റ്റ് സർക്കുലേഷൻ ഇൻ ഇന്ത്യ. ബോംബെയിലെ ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ് ഡൽഹി, ട്രിബ്യൂൺ ചണ്ഡീഗഡ്, ഡക്കാൻ ക്രോണിക്കൽ ഹൈദരാബാദ്, ഡക്കാൻ ഹെറാൾഡ് ബാംഗ്ലൂർ, സ്റ്റേറ്റ്സ്മാൻ കൽക്കട്ട, അങ്ങനെ ഏറ്റവും ലാർജസ്റ്റ് ഹിന്ദു മദ്രാസ്, ചെന്നൈ, അതേമാതിരിയുള്ള പത്രങ്ങളിൽ കൊടുത്തിട്ട് എംപ്ലോയ്മെന്റ് ന്യൂസിൽ മസ്റ്റാണ്. കാരണം അതില് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് പബ്ലിഷ് ചെയ്യുന്ന 1 രൂപയാണ് അതിനുണ്ടായിരുന്നത്. 1 രൂപ. എത്ര 64 പേജായിട്ടാണ്. ഇപ്പൊ അതെന്തോ 5-8 റിപ്പീറ്റ് ആയിട്ടാണ്. മനസ്സിലായില്ലേ? അത് അതിലാണ് എല്ലാ ഗവൺമെന്റിന്റെയും പബ്ലിക് സെക്ടറിന്റെയും ഒക്കെ വേക്കൻസി അതിൽ ഫില്ല് ചെയ്യണം. കൊടുത്തേ പറ്റൂ. കാരണം അറിയാം, ജനങ്ങൾക്ക് ഇന്ത്യയിൽ പബ്ലിക് സെക്ടർ ഗവൺമെന്റിന്റെ ആണെന്ന് വെച്ചാൽ സെൻട്രൽ എല്ലാവരും അറിയാം. അന്തമാൻ നിക്കോബാർ ലക്ഷദ്വീപിലുള്ള ആളുകളും വായിക്കണ്ടേ? അവർക്കും അധികാരപ്പെട്ടതല്ലേ, അവർ സിറ്റിസൺ അല്ലേ ഇന്ത്യയുടെ. അതാണ് പറഞ്ഞത്, ലീഡിങ് പേപ്പറിലെല്ലാം കൊടുക്കണം കേട്ടോ. അതാണ്. വേറെ അടുത്ത് ഇനി ബ്രിക്സിലെ ഹയർ റിക്രൂട്ട്മെന്റ് ബ്രസീലിലത്തെയാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ഇവിടെ റഷ്യ ഇതൊക്കെയാണ്. പിന്നെ ഒരു കാര്യം ഇതിനു മുമ്പേ പറയാം, ഇത് ഞാൻ കണ്ടിന്യൂസ്ലി ഇത് പറയുന്നില്ല. ഞാൻ ആദ്യത്തെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞത്, ഓരോരോ രാജ്യത്തും ഓരോരോ വിധമാണ്. ഇപ്പൊ നമ്മള് UPSCയുടെ എക്സാമിനേഷനൊക്കെ പറഞ്ഞു, ചൈനയിൽ പറ്റുക, ചൈനയുടെ വരുന്നുണ്ട്, ചൈനയിൽ പറ്റുക, നോർത്ത് കൊറിയയിൽ പറ്റുക, ഇറാനിൽ പറ്റുക. അവിടുത്തെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിന് വേറെ ക്രൈറ്റീരിയയാണല്ലോ ഓരോന്ന്. ഇതാ വരുന്നുണ്ട്, അപ്പൊ അറിയാം നിങ്ങൾക്ക്. അപ്പൊ ഞാൻ ബ്രസീല് ആൾമോസ്റ്റ് പിന്നെയും ഇതാണ് കണ്ടോളൂ. സിവിൽ സർവീസ് ഓഫ് ദ ഇത് റഷ്യനാണല്ലോ അല്ലേ? റഷ്യ. റിക്രൂട്ട്മെന്റ് റഷ്യയാണ് ആദ്യം പറയുന്നത് കേട്ടോ. റഷ്യ എല്ലാ രാജ്യത്തെയും പറയാം. Russia, Federation involve professional service activities of citizen Russian Federation with the enforcement power of state. The terms and procedures entering the federal service of the നമ്മുടെ സിവിൽ സർവീസ് എക്സിക്യൂട്ടീവ് ഓഫ് ദ റഷ്യൻ ഫെഡറേഷൻ ആർ ബേസ്ഡ് ഓൺ ദ പ്രൊവിഷൻസ് ഓഫ് ദ ഫെഡറൽ ലോ. ഇവിടെ നിയമങ്ങളുണ്ട് ഓൺ ദ സ്റ്റേറ്റ് സിവിൽ സർവീസ്. എങ്ങനെ വേണം, എലിജിബിലിറ്റി ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഇന്നതാവണമെന്നുണ്ട്. പിന്നെ ഫോർ ജോയിനിങ് ദ സിവിൽ സർവീസ് വിത്ത്, അതായത് എലിജിബിലിറ്റി നമ്മുടെ എത്ര വയസ്സാണ് ഇതൊക്കെ. ഓക്കെ. പിന്നെ വിത്ത് ദി ഗവൺമെന്റ് എക്സിക്യൂട്ടീവ്. അപ്പൊ റഷ്യയില്
അവരുടെ റിക്രൂട്ട്മെന്റ് റൂൾസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ റെയിൽവേയുടെ ഇതില്ലേ, പബ്ലിക് സെക്ടർ ഉണ്ടെങ്കിൽ അവരുടെ റൂൾസ് ഇല്ലേ, ഓട്ടോണമസ് ബോഡിക്ക് അവർക്കില്ലേ. അതേമാതിരി ഓരോ രാജ്യത്തിനും റിക്രൂട്ട്മെന്റ് ഉണ്ട്. മനസ്സിലായോ? അടുത്ത് റിക്രൂട്ട്മെന്റ് ഇൻ ഇന്ത്യ നോക്കോളൂ. നമ്മുടെ സിവിൽ സർവീസ് സൂപ്പർ വളരെ ട്രാൻസ്പെറന്റ് ആയ സത്യസന്ധയോട് കൂടി ചെയ്യുന്ന, നമുക്ക് പ്രൗഡ്ലി വി ക്യാൻ ഷോ ടു ദ വേൾഡ് ദാറ്റ് ദർ ഈസ് എ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻ ഇന്ത്യ, so transparent and without any political interference so far. Underline this word. ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കോൺസ്റ്റിറ്റ്യൂഷണലി ക്രിയേറ്റഡ് ബോഡി ആൾമോസ്റ്റ് ഒരു ഇതാണ് UPSC. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്യണത് ഇതിന്റെ ചെയർമാനെ. പക്ഷെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്ന പല ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പക്ഷെ UPSCക്ക് അതിന്റെ സവിശേഷതകളുണ്ട്. UPSC ആൻഡ് സിവിൽ സർവീസസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കലക്ടർ IPS, അത് നമ്മുടെ SP, നമ്മുടെ IPS കലക്ടർ ഏതെങ്കിലും വിധത്തിൽ പിന്നെ അപ്പുറത്തോട്ട് ബാക്ക് ഡോർ എൻട്രി ചെയ്യണം പറഞ്ഞിട്ടെന്ന് പറയാൻ പറ്റുമോ? പഠിച്ചല്ലാണ്ട് പാസ്സായല്ലാണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടില്ല. കലക്ടറുടെ അത് കിട്ടും നിങ്ങൾക്ക്. സോ ദി UPSC സിവിൽ സർവീസസ് എക്സാമിനേഷൻ കൺസിഡർ 3 കാറ്റഗറിയാണ് UPSC. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻ എക്സാമിനേഷൻ ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇന്റർവ്യൂ ഉണ്ട്. ഇവിടെ പരമപ്രധാനമായ ആദ്യത്തെ പ്രിലിമിനറി എക്സാമിനേഷൻ ഈസ് എ സ്ക്രീനിങ്. ഓരോരോ കാൻഡിഡേറ്റിന്റെ അവരുടെ ക്വാളിഫിക്കേഷൻ അത് ഇത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ 2 പേപ്പർ ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതായത് ABCD ഒക്കെ. അതില് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. തെറ്റായി എഴുതിയെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് 1/3 of the allotted marks will be deducted. മനസ്സിലായില്ലേ? പേപ്പർ 2 also qualify nature, the candidate should score a minimum 33% in this paper to qualify the stage of the exam, civil service main examination. അപ്പൊ അത് ഓരോന്നല്ല ഓരോ കോട്ട ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റേജ് 2 മെയിൻ എക്സാമിനേഷൻ റിട്ടൺ ഈസ് എ റിട്ടൺ എക്സാമിനേഷൻ. അവിടെയാണ് നിങ്ങളുടെ നോളജ്, relevant, current knowledge is required here. Reading old question papers, many textbooks എല്ലാം റെഫർ ചെയ്യണം. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. അപ്പോ 9 പേപ്പർ ഉണ്ട് മെയിനില്. പാർട്ട് A കമ്പൽസറി ഇന്ത്യൻ ലാംഗ്വേജ്, പേപ്പർ B ഇംഗ്ലീഷ് ആർ ക്വാളിഫൈങ്, while other papers like essay, general study എന്ന് വെച്ചാൽ നിങ്ങൾ പിഴിഞ്ഞെടുക്കും. ഒരാളുടെ കഴിവ് എത്രയുണ്ടെന്നാ അതിലാണ് മനസ്സിലാവും. അതന്നെ 1, 2 ആർ കൺസിഡേർഡ് ഫൈനൽ റാങ്കിങ്. ഇനി 2ആയി, പ്രിലിമിനറി ആയി. ഇനി ഒരു രസകരമായ സംഭവം വേറൊന്നാണ്. 3 വിചാരിക്കരുത് ഏത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയെന്ന്. പേഴ്സണൽ ഇന്റർവ്യൂവിൽ നിങ്ങൾ പാസ്സാവണം. അത് നിങ്ങൾ കാഷ്വലായി പോയിട്ട് നിങ്ങൾക്ക് തീർന്ന പരിപാടി. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, സമയം വളരെ അതാണ്. അതായത് നിങ്ങൾ വിചാരിക്കരുത് മെയിനും പ്രിലിമിനറിയും പാസ്സായാൻ പറ്റും ഇന്റർവ്യൂ പാസ്സാവുന്നത്. കാരണം ആ ഇന്റർവ്യൂ ബോർഡ് ഭയങ്കര വലിയ ഇതാണ്. ബോർഡ് എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു വിധ റെക്കമെൻഡേഷൻ പറ്റില്ല. അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചോദിച്ചതിന് മാത്രം ഉത്തരം. നിങ്ങളുടെ നോളജ് അസസ് ചെയ്യാണ്. അവര് നേരെ മറിച്ചും ഒക്കെ ചോദിക്കും. നിങ്ങളുടെ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാൻ റെയിൽവേ സർവീസ് കമ്മീഷൻ റെയിൽവേയിൽ ഞാൻ ഇതിന്റെ എക്സാമിനേഷൻ എടുക്കുമ്പോൾ ചോദിച്ചു, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോംബെ വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷൻ ടു എറണാകുളം? അപ്പൊ ഞാൻ പറഞ്ഞു 2600 ബോംബെന്ന് എറണാകുളത്തേക്ക്. കുറെ കഴിഞ്ഞിട്ട് പിന്നെ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ചോദിച്ചു എറണാകുളത്ത് നിന്ന് ബോംബെക്ക് എത്ര ഡിസ്റ്റൻസ് തന്നു, എങ്ങനെയുണ്ട്? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പമല്ല. പക്ഷേ നിങ്ങളുടെ പേഷ്യൻസ് ആണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ മാനേഴ്സ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കാണ് അവിടെ നോക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രസന്റേഷൻ സ്റ്റൈൽ, പേഴ്സണാലിറ്റി, അതൊക്കെയാണ് നോക്കുന്നത് അവിടെ. അങ്ങനെയാണ് പാസ്സാവും. In this round, the board assess the personality traits of the candidates and questions asked. Hobbies. ഒരു കാര്യം, ഹോബീസ് നിങ്ങളെ കേട്ടോളൂ. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഫെയിലിയർ ആവുന്ന എങ്ങനെ നോക്കിയുള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ഹോബി സപ്പോസ് നിങ്ങളോട് ചോദിക്കുക വിചാരിക്കുക ഹോബി, ശ്രദ്ധിച്ചോളൂ ഞാൻ പറഞ്ഞത്. കാരണം എത്രയോ ഞാൻ
പേഴ്സണൽ ഇൻ്റർവ്യൂ എടുത്ത ആളാണ് സെൻട്രൽ ഗവൺമെൻറ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഹോബി ഞാൻ സെല്ലില് ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ പണി, 24 മണിക്കൂർ. തീർന്നല്ലേ പരിപാടി. നിങ്ങളുടെ ഹോബി എന്താ? ബാഡ്മിൻ്റനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ, അല്ലെങ്കിൽ റീഡിങ്ങോ, അല്ലെങ്കിൽ എന്തെങ്കിലുമാണ് വിചാരിക്കുക. പക്ഷേ ഇന്നത്തെ ഹോബി സെല്ലാണ്, നമ്മുടെ സെൽഫോൺ. അത് ഡിസഡ്വാൻറ്റേജ് ആണെന്ന് ഓർക്കണം. സോഷ്യൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓൺലി ഫോർ എസെൻഷ്യൽ പർപ്പസ്. മൊബൈൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എസെൻഷ്യലായിട്ട് ആവശ്യമാണ് കമ്മ്യൂണിക്കേഷൻ. അതല്ല പറയുന്നത്, നിങ്ങളുടെ ഹോബി അല്ലാതെ. അല്ലാണ്ട് ഇന്റർനെറ്റ് ആക്സസ് അതേമാതിരി ഹോബി കുത്തിക്കൊണ്ടിരിക്കുന്നതല്ല. റീഡിങ് ടെക്സ്റ്റ് നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ചാൽ, ഒന്നല്ലെങ്കിൽ റീഡിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോർട്സിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തോ, അല്ലെങ്കിൽ അത് പറയാം, ഐ എം ജസ്റ്റ് സർ ബാഡ്മിൻ്റൺ, അല്ലെങ്കിൽ സ്പോർട്സിൽ എനിക്ക് കുഴപ്പമില്ല. അല്ലാണ്ട് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, സിനിമയിൽ നിങ്ങൾക്ക് യാതൊരു നോളജും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ഇന്റർനെറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇന്റർനെറ്റിന് ഒരു ഓണർ ആരും ഇത് ചെയ്യുന്നില്ല. ആരുടേത്, എവിടുന്നാ വന്ന്, ആരാത് എഴുതിയിരുന്ന്, ഏതെങ്കിലും ഒരു ആർട്ടിക്കിള് അതിന് നാദനമില്ല, ഒന്നുമില്ല, ആര് തോന്നിയത് വേണമെച്ചാൽ എഴുതാം. നേരെ മറിച്ച് ഒരു ടെക്സ്റ്റില്, ഇപ്പൊ ഈ ടെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റാണ്, ഈ ടെക്സ്റ്റില് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഇന്റർനെറ്റിൽ അങ്ങനെയല്ല, എന്ത് വേണമെങ്കിൽ തോന്നിയത് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എവിടുന്ന ഈ നോളജ് ഇത്ര കിട്ടുക? എവിടുന്ന്? ആ വായിക്കുന്നത് നോളജ് ആണോ? ഞാൻ വായിക്കേണ്ടതെന്നല്ല, എല്ലാം തെറ്റെന്നല്ല പറഞ്ഞത്. പക്ഷേ നിങ്ങൾ പുസ്തകം വായിച്ച് കിട്ടുന്നതും പത്രം വായിച്ച് കിട്ടുന്നതും അല്ലാണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി പെട്ടെന്ന് പറയട്ടെ. പത്രം വായിക്കുക എന്ന് പറഞ്ഞു, പത്രം വായിക്കുക എന്ന് വെച്ചാൽ രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റുള്ള ഇതെല്ലാം വായിക്കേണ്ട, അഡ്വർടൈസ്മെന്റ് മറ്റേതല്ല. എഡിറ്റോറിയൽ പേജ് വേർ ദ ബ്രീഫ്, സപ്പോസ് ഹിന്ദു ആയിക്കോട്ടെ, വേറെ സ്റ്റേറ്റ്സ്മാൻ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, എഡിറ്റോറിയൽ നോട്ട്, അതിന്റെ ഇംഗ്ലീഷ്, അതേമാതിരി നല്ല നല്ല ആർട്ടിക്കിൾസ് വായിച്ച് നോളജ് ഉണ്ടാക്കണം. പേപ്പർ റീഡിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ ടു നോ. എസ്പെഷ്യലി ഈ നമ്മുടെ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇരിക്കുന്ന ആളുകളെല്ലാം പത്രം വായിക്കണം. പിന്നെ ഞാൻ ഗൈഡ് വാങ്ങിക്കോളാം. എന്ത് ഗൈഡ്? ജാംബോന്റെ കാലത്തുള്ള ഗൈഡാണ്. ചിലപ്പോ 5 കൊല്ലം 6 മുമ്പത്തെ കൊല്ലത്തെ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സപ്പോസ് ചോദിച്ചു വിചാരിക്കുക, നിങ്ങൾ പ്രണബ് മുഖർജി എന്ന് പറഞ്ഞാലോ, അയാൾ മരിച്ചുപോയി. അന്ന് അത് പ്രണബ് മുഖർജി ആയിരിക്കും. നിങ്ങൾ അറിയേണ്ടത് ലേറ്റസ്റ്റ് ആണ്. കാര്യം മനസ്സിലായോ? ഗൈഡിൽ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യരുത്. ഗൈഡ് എത്രയോ കാലം മുമ്പ് പ്രിന്റ് ചെയ്തായിരിക്കും. ചിലപ്പോ ക്വസ്റ്റ്യൻസ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഉദാഹരണം, പബ്ലിക് സർവീസ് കമ്മീഷൻ. നിങ്ങളെ ഗൈഡ് എന്ന് പഠിച്ചു, ശരി, ഓക്കെ. ഓരോരോ ഡിസ്ട്രിക്റ്റിന് ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചിലപ്പോൾ സദേൺ സ്റ്റേറ്റിന് ഒരു ഇതാണ്, പത്തനംതിട്ട അല്ലെങ്കിൽ വേറെ മറ്റുള്ളതിന് അങ്ങനെയാണ്. കാരണം ഒരേ സമയത്ത് പരീക്ഷ നടക്കുകയാണ്. മനസ്സിലായില്ല? അപ്പോൾ ശ്രദ്ധിക്കണം ഇതൊക്കെ കേട്ടോ. പിന്നെ അങ്ങനെ ഇൻ ദിസ് റൗണ്ട് ഓഫ് ഞാൻ ചിലത് പറയുന്നത് മാത്രം നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട്. അപ്പൊ കറന്റ് അഫയേഴ്സ്, ജനറൽ, പിന്നെ ഒരു കാര്യം, സമയം വളരെ കമ്മിയാണ്. നോക്കൂ, ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ വിത്ത് മൈ വെരി 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 ഹ്യൂജ് എക്സ്പീരിയൻസ്. എത്ര അറിയോ? 50 കൊല്ലം ഞാൻ പറയുന്നു. ജനറൽ നോളജിലും കറണ്ട് അഫയേഴ്സിലും നമ്മുടെ 50% 60% കുട്ടികളും പോരാ. എൻ്റെ എത്രയോ റിക്രൂട്ട്മെന്റ് ഞാൻ നടത്തിയതാണ്. എത്രയോ ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിനുള്ള ആളുകളുടെ കാര്യം, മലയാളത്തിലെ അല്ല ഞാൻ പറയുന്നത്. ജനറൽ നോളജ്, കറണ്ട് അഫയർ, ഞാൻ എല്ലാവരും അല്ലല്ലോ പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ദി ലാക്കുണ ഈസ് ദ ഡൊമൈൻ നോളജ് ഇല്ലാത്ത, ജനറൽ നോളജ് അറിയാത്ത ആൻഡ് ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ശാപം. നിങ്ങളെ സ്വീകരിച്ചോളിൻ, സ്വീകരിക്കാതിരുന്നോളിൻ. ഞാൻ 1-2 50 കൊല്ലത്തെ സർവീസിന്റെ ഞാൻ പറയുന്നത്. അനവധി സ്ഥലത്ത് ജോലി ചെയ്തു, അനവധി ഓഫീസിലും ഗവൺമെന്റിലും പ്രൈവറ്റ് വർക്കാണ്. കാരണം എനിക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്ത. കറണ്ട് നോളജ്, ജനറൽ നോളജ്, അതേമാതിരി കറണ്ട് അഫയേഴ്സിനെ പറ്റിയുള്ളത്, അതേമാതിരി ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ഈ 2 കാര്യത്തിലും നമ്മുടെ കുട്ടികളെ പിന്നിലാണ്.
എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്, വളരെ നല്ല 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 കുട്ടികളുണ്ട് കേട്ടോ പൊതുവെ. പിന്നെ ജനറൽ നോളജുള്ള ആളുകളും അനവധിയുണ്ട്. പക്ഷേ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എങ്കിൽ നിങ്ങളെ വിടും. അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എത്രയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുത്തിട്ട് പോലും ഗവൺമെന്റിൽ അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുത്ത് തിരിച്ചു മേടിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ ആളുകളുടെ ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് കേട്ടോ. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടാണ്. ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് ജനറൽ നോളജ് ഷുഡ് ബി. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു പരീക്ഷിക്കാൻ പോവാതിന്? ജനറൽ നോളജ് ഇല്ലെങ്കിൽ പഠിക്കണം, ജോലി വേണിച്ചാൽ പഠിക്കണ്ടേ. പിന്നെ കറണ്ട് അഫയേഴ്സ്, പണ്ടത്തെ നോളജ് പറയും, ഇപ്പോഴത്തെ ഇത് വേണം. അതാണ് ഞാൻ പറയുന്നത്. ഹോബീസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ പറഞ്ഞോളെ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അല്ലാണ്ട് ടി വി കാണാനോ അല്ലെങ്കിൽ സെല്ലിൽ കുത്തുകൾ പറയരുത് കേട്ടോ, അത് നെഗറ്റീവായിട്ട് വരും. വേണം, ഇത് ആവശ്യം തന്നെ, അതല്ല പറയുന്നത്. ശ്രദ്ധിക്കുക. നോ റിക്രൂട്ട്മെന്റ് ഇൻ ചൈന. ചൈനയിൽ നോക്കൂ, റിക്രൂട്ട്മെന്റില് റൂൾസ് ഉണ്ടെങ്കിലും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോയലിറ്റിയാണ് അവിടെ നോക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അവരുടെ പാർട്ടിക്ക് ആരാണോ റിമെയിൻ ലോയൽ ടു ദി പാർട്ടീസ് ഐഡിയോളജി, മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ ലൈൻ. അവിടെ നിങ്ങളുടെ ചിലപ്പോൾ ക്വാളിറ്റി ഒന്നും അവിടെ ക്വാളിറ്റി ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ പൊളിറ്റിക്കൽ അഫിലിയേഷനാണ് അവിടെ നോക്കുന്നത്. സിവിൽ സർവീസ് ഇൻ ചൈന, അതാണ് പറഞ്ഞത്, ഓരോ രാജ്യത്ത് ഓരോ ഇതാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഇതിന് സമയം കളയുന്നില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റിന്റെ ഇതായിരിക്കും അവരുടെ നയങ്ങള്. തെറ്റെന്നല്ല പറയുന്നത്, അതും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കൺട്രിയാണ്, നമ്മുടെ ലോകത്തിൽ തന്നെ വൻ ശക്തിയാണ്. അപ്പൊ പക്ഷെ അവിടെ റിക്രൂട്ട്മെന്റ് കുറച്ച് ഏത് പാർട്ടിക്ക് ലോയൽറ്റി അത് കാണിക്കുന്നതാണ്, അവിടെ പ്രാധാന്യം കൊടുക്കുന്നതാണെന്ന്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻ ഓഫ് സിവിൽ സർവീസ് റിക്രൂട്ട്മെന്റ് released by Ministry of Personnel 2007, the recruitment of entry level civil servants should inform the following. പിന്നെ എവിടെയെങ്കിലും, അതായത് എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ അറിയാലോ, ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ, ഗോയിങ് ഫോർ എക്സാമിനേഷൻ, ഡബിൾ ചെക്കിങ്, അതേമാതിരി പബ്ലിസൈസിങ് റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പറയാണ്. നമ്മുടെ പരീക്ഷ കഴിഞ്ഞപ്പോഴേ റിസൾട്ട് അതൊക്കെ ഇല്ലേ, അതൊക്കെ അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ റിക്രൂട്ട്മെന്റ്, ഇവിടെ ശ്രദ്ധിക്കുക, സൗത്ത് ആഫ്രിക്കയിലെ റിക്രൂട്ട്മെന്റിലെ സിവിൽ സർവീസ് ഡെലിഗേറ്റഡ് ടു ദ ലൈൻ ഡിപ്പാർട്ട്മെന്റ്. എന്താ ലൈൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ആ വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഫില്ല് ചെയ്യണം. അതന്നെ ദ ഹെഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വേർ ദെയർഫോർ ഗിവൺ ദ റെസ്പോൺസിബിലിറ്റി. മനസ്സിലായോ? ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആ പോസ്റ്റ് ഫില്ല് ചെയ്യും, അവിടെയുള്ള വേക്കൻസി. അതന്നെ. സോ ആൻഡ് ഇറ്റ് വാസ് ദർ ടാസ്ക് ടു അഡ്വർടൈസ്. അവരെന്നെ അഡ്വർടൈസ് ചെയ്യട്ടെ, അവരെന്നെ റിക്രൂട്ട് ചെയ്യട്ടെ, അവരെന്നെ ട്രാൻസ്ഫർ ചെയ്യട്ടെ, അവരെന്നെ പ്രൊമോട്ട് ചെയ്യട്ടെ. അങ്ങനെ പബ്ലിക് സർവീസ് ഉണ്ട് അവിടെ സൗത്ത് ആഫ്രിക്കയിൽ. സോ ദ പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് ദ ക്രിയേഷൻ ഓഫ്. അപ്പൊ പോസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, വേണോ വേണ്ടേ പോസ്റ്റ്, എക്സസ് പാടില്ല. ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. തിങ്ക് ബിഫോർ യു ആക്ട്. എക്സസ് റിക്രൂട്ട്മെന്റ് ഷുഡ് ബി അവോയ്ഡഡ്. വൺസ് യു റിക്രൂട്ട്, സിവിൽ സർവീസിൽ എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾ അവരെ പിരിച്ചു വിടാൻ, പിന്നെ നിങ്ങൾ നമ്മളെ എന്താ പറയുക, സത്യാഗ്രഹം ചെയ്യേണ്ടി വരും. അങ്ങനെ നിയമങ്ങളുണ്ട്, അങ്ങനെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. അപ്പോ ആവശ്യമുണ്ടെങ്കിലേ റിക്രൂട്ട് ചെയ്യാൻ പാടൂ. കാരണം അതല്ലാതെ ഒരാളെ പിരിച്ചു വിടണം വെച്ചാൽ 1 കൊല്ലം വേണം പ്രോസസ്സ്. ഫസ്റ്റ് വാർണിംഗ് ലെറ്റർ, സെക്കൻഡ് വാർണിംഗ് ലെറ്റർ, ചാർജ് ഷീറ്റ്, അതിന് റിപ്ലൈ, എൻക്വയറി, ഇത് അപ്പോൾ 1 കൊല്ലം കഴിയും. അപ്പൊ നോക്കുക റിക്രൂട്ട്മെന്റ് ടൈമിലൊക്കെ. സോ അങ്ങനെ ഇവിടെ ഒരു പോയിന്റ്, സെലക്ഷൻ കമ്മിറ്റി, അത് അവിടെ ഉണ്ട്, ഓരോരുത്തർ സെലക്ഷൻ കമ്മിറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് സെപ്പറേറ്റ് വരുന്നില്ല. അപ്പൊ കൂടുതൽ പറയാം, ഓരോ രാജ്യത്തിന്റെ ട്രെയിനിങ്ങിനെ പറ്റി പറയണ്ടേ. സാലറി, ഓരോരുത്തർക്ക് സാലറി റിക്വയർമെന്റ് എത്രയാണെന്നൊക്കെ അവർ ഫിക്സ് ചെയ്യും. അതായത് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് എത്ര ശമ്പളം വേണം, എത്ര ബേസിക് വേണം എന്നൊക്കെ അവരുടെ ഓരോ ഗ്രേഡ് ഇതൊക്കെ അവർ തീരുമാനിക്കും. അതിനെ നമ്മളിവിടെ തന്നെ തന്നെ. പിന്നെ അപ്പോയിന്റ്മെന്റ് ഓഫീസർ ഫോർ സീനിയർ മാനേജ്മെന്റ്. ദി പ്രോസസ് ഓഫ് അപ്പോയിന്റ്മെന്റ് മെമ്പേഴ്സ് ഓഫ് ദ സീനിയർ മാനേജ്മെന്റ് സർവീസ് ഇസ് ദ സെയിം. ലോവർ ലെവൽ സ്റ്റാഫ് എല്ലാം ഒരേ മാതിരി അവർ ഇത് കൊടുത്തിട്ടുണ്ട്. കൺസിഡർ റെക്കമെൻഡേഷൻ ഓഫ് സെലക്ഷൻ കമ്മിറ്റി പറഞ്ഞാൽ ഒരു ബോർഡ് ഫിക്സ് ചെയ്യും, ഒരു ബോർഡ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവരാണ് ഈ സെലക്ഷൻ, മെറിറ്റിൽ വന്നിട്ടുണ്ടോ, റിട്ടേൺ ടെസ്റ്റ് പാസ്സായോ, പേഴ്സണൽ ഇന്റർവ്യൂവിൽ പാസ്സായിട്ടുണ്ടോ, ഏജ് ശരിയാണോ, ക്വാളിഫിക്കേഷൻ ശരിയാണോ. പിന്നെ റിക്രൂട്ട് ആളൊക്കെ പ്രൊബേഷൻ പീരീഡ് അത് ഇവിടെ ഉണ്ട്. 6 മാസം, 1 കൊല്ലം പ്രൊബേഷൻ പീരീഡിൽ നിങ്ങൾ എപ്പോൾ വെച്ചാലും ടെർമിനേറ്റ് ചെയ്യുക, നിങ്ങളുടെ സർവീസ് ശരിയല്ല എന്നുണ്ടെങ്കിൽ. പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ റെഗുലർ ആക്കൂ. ഓക്കെ. നെക്സ്റ്റ്, പ്രൊമോഷൻ. പിന്നെ ചില പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓരോരോ ഒരു ഗ്രേഡിൽ നിന്ന് മറ്റേ ഗ്രേഡിലേക്ക്. അവിടെ അവർ പ്രിൻസിപ്പിൾ ഓഫ് മെറിറ്റ്, സീനിയോറിറ്റി, അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. സീനിയോറിറ്റി കം മെറിറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് മെറിറ്റ്, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലൊക്കെ ചെയ്യുന്നത്. സ്റ്റേറ്റിൽ എനിക്ക് നല്ല അഭിപ്രായമില്ല കേട്ടോ. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ മെറിറ്റ്, പ്രിൻസിപ്പിൾ, സീനിയോറിറ്റി, പ്രിൻസിപ്പിൾ ഓഫ്
പ്രിൻസിപ്പൽ സെക്യൂരിറ്റി ഇവിടെ ഒരു DGP ഇട്ട്, അയാള് ജൂനിയറാണ്, അയാളെക്കാളും മീത് 2-3 ആളുണ്ട് സീനിയർ. അപ്പോൾ സീനിയർ കമ്മറിയിട്ട് ഇവിടെ സെൻട്രൽ കമ്മിൽ അങ്ങനെ ഞാൻ പറയുന്നത് അവിടെ എല്ലാം നല്ലത്, ഇവിടെ മോശം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡു ജസ്റ്റിസ്, അത്രേ പറയുന്നുള്ളൂ. പ്രൊമോഷൻ സിവിൽ സർവൻസ് ബ്രസീൽ, അമേരിക്ക, അതേമാതിരി റഷ്യ, സീനിയോറിറ്റി സിവിൽ സർവൻസ്, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓരോരോ രാജ്യത്തും ഓരോരോ വിധത്തിലുള്ളതാണ് കേട്ടോ. കൺക്ലൂഡ് ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ദാറ്റ് വൺ ഓഫ് ദ മേജർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിക്രൂട്ട്മെന്റ് ബ്രിക്സ് 5 രാജ്യത്തിൽ is that it is മെറിറ്റ് ബേസിലായിരിക്കണം. അതൊരു ആനന്ദം വളരെ കൂടുതൽ. നോക്കൂ, നമുക്ക് ആത്മാർത്ഥത, എനിക്ക് നോക്കൂ ഇത്രയധികം സാറ്റിസ്ഫാക്ഷൻ. എന്താ പറയുക, ഒരൊറ്റ എണ്ണത്തിന് കുറ്റം പറയാൻ നമ്മൾ അനുവദിച്ചില്ലേ. ഞാൻ റിക്രൂട്ട് കേട്ടോളൂ, ഞാൻ സത്യം എന്നല്ല, എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്, ആൾ ഇന്ത്യ ബേസിൽ ടെലികാസ്റ്റാണത്. ഒരു വിധത്തിലുള്ള റെക്കമെൻഡേഷനോ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഒരാളും എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ഒരാൾക്ക് ജോലി വേണോ എന്ന് പറഞ്ഞിട്ടോ എന്നോട് ചോദിക്കൂലേ, ചോദിച്ചാൽ സ്വീകരിക്കൂല. മനസ്സിലായില്ലേ? ആര് ടെസ്റ്റിൽ, റിട്ടേൺ ടെസ്റ്റിലും അതേമാതിരി മറ്റുള്ള ട്രേഡ് ടൈപ്പ് തിയറി ടെസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ, ഇതിലൊക്കെ 6 മെറിറ്റിൽ വന്നോ അവൻ എന്നെ സെലക്ട് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ജീവിതത്തെ വലിയ സന്തോഷം എന്താ അറിയോ, ഞാൻ ഇൻജസ്റ്റിസ് ചെയ്തിട്ടില്ല ഒരാൾക്ക്. അതായത് അർഹിക്കുന്ന ആൾക്ക് കൊടുക്കാതെ അർഹിക്കാത്ത ഒരാൾക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദമാണ്. കാര്യം ഇത്രയധികം സെൻട്രൽ ഗവൺമെൻറ് ജോലി ചെയ്തിട്ട്, പല ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്തിട്ട് അങ്ങനെ ഒരിത്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്യും, ടെർമിനൽ ബെനിഫിറ്റ് വിത്തോളിങ് ഗവൺമെൻറ്. അങ്ങനെ ഒരു വാർണിംഗ് ലെറ്റർ പോലും എനിക്ക്, ഒരു അഡ്വർടൈസ്മെന്റ് 20,000 ആപ്ലിക്കേഷൻ ആണ് വരിക. ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. കാരണം ലക്ഷ്മൺ രേഖ, അതായത് ഉണ്ടോ ഇല്ലയോ, നമ്മുടെ എന്താ റിക്വയർമെന്റ് ഉണ്ടോ, ഏജ് ഇത്ര, ക്വാളിഫിക്കേഷൻ ഇത് ഉണ്ടോ, ഓവർ ക്വാളിഫിക്കേഷൻ ഡിസലൗഡ്. BCom ചോദിച്ചാൽ MCom അല്ല, BTech ചോദിച്ചാൽ MTech അല്ല, MTech ചോദിക്കുമ്പോൾ MTech അപ്ലൈ ചെയ്യുക. അങ്ങനെയല്ലല്ലോ ഇവിടെ. ക്ലർക്കിന്റെ, ബാങ്ക് ക്ലർക്കിന്റെ പോസ്റ്റിനും PhD മറ്റേ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഗവൺമെന്റ് ജോബ് കിട്ടും. ഞങ്ങൾ ചെയ്യില്ല. ആ +2 ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിയുടെ പോസ്റ്റ് 5ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസവും സൈക്ലിംഗ് അറിയണം പിയുണ്ട്. അതിന് 230 PhD-കാർ ഉത്തർപ്രദേശിലെ, 20,000 പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, എത്രയോ ലക്ഷം ഗ്രാജുവേറ്റ്സ്, PhD-കാരുണ്ട്. പിയുടെ നമ്മുടെ 5ാം ക്ലാസ് സൈക്ലിംഗ് ആണ് വേണ്ടത് റിക്വയർമെന്റ്. അതായത് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ 4 കൊല്ലം എടുക്കും. എൻ്റെ ആർട്ടിക്കിൾ ഉണ്ട് കേട്ടോ, എൻ്റെ ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്ത് കേരളത്തിലില്ലേ 18 ലക്ഷമൊക്കെയാണ് ഇവിടെ, PSC-യിൽ 21 ലക്ഷം. ഞാൻ അവിടുത്തെ കാര്യം എന്നിട്ട്. അപ്പൊ പോട്ടെ, അതൊക്കെ പോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഒരാളൊരു ചോദ്യം ചോദിച്ചു ഒരു PhD-കാരനോട്, നീ എന്തിനാ ഈ നമ്മുടെ പിയുടെ പോസ്റ്റ് നീ അപ്ലൈ ചെയ്തേ? അപ്പൊ എന്താ പറയണ അറിയോ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുമില്ലാണ്ട് നമ്മൾ നടക്കുന്നതിനേക്കാളും ഭേദമല്ലേ എന്തെങ്കിലും കിട്ടുന്നതെന്ന്. പോരാ, എന്താ പറയാ, അതിന് കുറ്റം പറയാൻ പറ്റുമോ? പക്ഷേ for a kind information, during my entire career, we never allowed under qualification or over qualification. What are prescribed qualification, only they will be called for interview. Others will be rejected. When they get opportunity, ഇപ്പൊ നമ്മൾ MCom വേറെ എന്തെങ്കിലും മേടിക്കുകയാണ്, അങ്ങനെ വയ്ക്കുമ്പോൾ അവർ കിട്ടും. അപ്പോൾ MTech-നെ വിളിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അല്ലാതെ നമ്മള് ഈ 5ാം ക്ലാസ്സിന് അല്ലെങ്കിൽ MPhil-ഉം മറ്റേ അവരിവിടെ പോകും. 5ാം ക്ലാസ്സുകാർ, ഈ നമ്മുടെ ഗ്രാജുവേറ്റുകാർ എവിടെ പോകും? ബാങ്ക് ക്ലർക്കിന് ഗ്രാജുവേഷന് വേണ്ടി നിങ്ങൾ MTech-ഉം PhD. KSRTC-യിലുണ്ടല്ലോ, എനിക്ക് നന്നായിട്ട് അറിയാം. നെറ്റ് പാസ്സായ ആളെ MTech ഉള്ള ഒരു KSRTC ഡ്രൈവർ ഉണ്ടല്ലോ നമ്മുടെ. അപ്പം അവര് ഹൈഡ് ചെയ്ത് തിരക്കാണ്, ക്വാളിഫിക്കേഷൻ ഹൈഡ് ചെയ്ത് തിരക്കാണ്. അപ്പൊ അത് ഇൻജസ്റ്റിസ് അല്ലേ? അപ്പൊ ഞങ്ങൾ എന്താ ഞാൻ വെച്ചാൽ,
നമുക്ക് നോംസ് ഉണ്ട്. ഓരോരോ പോർഷൻ എന്താ ക്വാളിഫിക്കേഷൻ, എത്ര ഏജ്, എന്താണ് സാലറി, ഇതൊക്കെ അത് പ്രകാരം മാത്രമേ ദൈവം തമ്പരാൻ വന്നാലും ശരി. അതുകൊണ്ട് എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കട്ടെ, ഒരു വിധത്തിലുള്ള ഒരു മനപ്രസാദം ഇതും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. അതാണ്. അപ്പോൾ UPSC ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. അടുത്ത് യൂണിറ്റ് 8 പേഴ്സണൽ മാനേജ്. ഞാൻ നോക്കി എന്നെ പറ്റിയിട്ട് പറയല്ല, ഇതിന്ന് നിങ്ങൾ ചിലത് പഠിക്കേണ്ടതുണ്ട്, ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ് ഇത് പറയണമെന്ന് വെച്ചാൽ, സെൻട്രൽ ഗവൺമെന്റിലെ ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരുന്നു ഞാൻ. ഹയസ്റ്റ് സാലറി ഞാൻ വാങ്ങുന്ന ആളായിരുന്നു, മനസ്സിലായോ? DRDOയിലൊക്കെ നല്ല സാലറി, നല്ല പൊസിഷൻ എനിക്കുണ്ടായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും, മേര ട്രാവലും അതും ഇതും കാറും മറ്റേതൊക്കെ ഫാമിലിക്കും ഒക്കെ, LTC പ്ലെയിൻ ട്രാവൽ എല്ലാം ഉണ്ടായിരുന്നു. മെഡിക്കൽ അൺലിമിറ്റഡ് എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. ഓർമ്മിക്കണേ, എല്ലാവരുടെ ബില്ലും ഞാനാ പാസ്സാക്കുക, ഓരോരുത്തരുടെ. ഞാൻ 1 രൂപയുടെ മെഡിക്കൽ ക്ലെയിം എൻ്റെ ജീവിതത്തിൽ ഞാൻ 1 രൂപയുടെ അനാസിൻ വാങ്ങാനോ ആൽപ്രോ വാങ്ങാനോ പോലും, അല്ലെങ്കിൽ വിക്സ് വാങ്ങാൻ പോലും ഞാൻ ഗവൺമെന്റിന്റെ പൈസ എടുത്തിട്ടില്ല. അതേമാതിരി LTC ആയിക്കോട്ടെ, ഓരോ ഹോസ്പിറ്റലും ഞാൻ പോയിട്ടുമില്ല. ഞാനൊരു ക്ലെയിമും ഗവൺമെന്റിന് ചെയ്തിട്ടില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ 1969-70 ജോലിക്ക് വേണ്ടി ബോംബെയിൽ പോയി. ഇന്ന് 2023, മനസ്സിലായ? 18-19 വയസ്സിൽ പോയിട്ട് 70, more than 70 എനിക്ക്. സ്റ്റിൽ ഐ ആം ലിവിങ് ഇൻ എ റെന്റഡ് ഹൗസ് വിത്ത് 100% സാറ്റിസ്ഫാക്ഷൻ. നോ ഹൗസ്. എൻ്റെ സ്ഥാനത്ത് ഞാൻ റിക്രൂട്ട് ചെയ്ത ആളുകളെ എത്രയോ ധനികരായിട്ട് അതുകൊണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമല്ലോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ റിക്രൂട്ട് ചെയ്ത ആളുകളെ, ഞാൻ ജോലി കൊടുത്ത ആളുകളെ വലിയ വലിയ ഫ്ലാറ്റും കിറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല, യാതൊരു സന്തോഷമില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു കുഴപ്പമില്ല, വേണ്ട, ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്താ, ഇപ്പോഴും ഞാൻ റെന്റഡ് ഹൗസിൽ മാത്രമാണ് ജീവിക്കുന്നത്. ഐ ആം സോ ഹാപ്പി. എനിക്ക് ഒരു പ്രശ്നവുമില്ല, യാതൊന്നുമില്ല. ആർക്കും ഒരു ഇൻജസ്റ്റിസും ചെയ്തിട്ടില്ല, യാതൊന്നുമില്ല. അങ്ങനെ ജീവിതം ഇതുവരെ കൊണ്ടു നടന്നു, ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ. അങ്ങനെ പോട്ടെ. വണ്ടി എത്രത്തോളം പോകാൻ പറ്റിച്ച അത്രത്തോളം പോട്ടെ. ഞാൻ ഇതെന്നൊക്കെ പറയുന്ന ചില ഹിന്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്, മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇറ്റ് ഈസ് യൂണിവേഴ്സലി മണി ഈസ് നോട്ട് എവറിഥിങ്. മണി ഈസ് റിക്വയർഡ് ഫോർ സർവൈവൽ, ബട്ട് യു ഷുഡ് നോട്ട് സർവൈവ് ഓൺലി ഫോർ മേക്കിംഗ് ദ മണി. മനസ്സിലായോ? പൈസ വേണം ജീവിക്കാൻ, മനസ്സിലായോ? പൈസയ്ക്ക് വേണ്ടി ജീവിക്കരുത്. നമ്മൾ ഭക്ഷണം കഴിക്കണം, അല്ലേ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കണോ? അതുകൊണ്ടല്ലോ പോരെ, എത്ര പോരെ എക്സാമ്പിള്. ആവശ്യത്തിന് നമുക്ക് വേണം, ചിലപ്പോൾ വീട് വേണം, എല്ലാം വേണം. കാരണം ഓരോരോ നമുക്ക് ലയബിലിറ്റീസ് ഉണ്ടാവില്ല, കുട്ടികളെ പഠിപ്പിക്കുക, വീട്, ഇതൊക്കെ ഉണ്ടോ, അതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ദുഃഖിക്കേണ്ടി വരില്ല. പിന്നെ ഇറ്റ് ആൾസോ പ്രൊമോട്ട് ടീം സ്പിരിറ്റ്. എത്ര IAS ഓഫീസർ ഉണ്ട് ജയിലിൽ കിടക്കുന്നു നമ്മുടെ അവിടെ കേസ്? അവർ ഇതിന്റെ ജീവിതകാലം സമ്പാദിച്ചിട്ട് എവിടെ പോയി പൈസ? എത്ര പറയാനല്ലോ, ബാക്കിയൊന്നും പറയണല്ലോ, ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു. അവർ ഈ ഇത്ര 38 കൊല്ലം സിവിൽ സർവീസിൽ വർക്ക് ചെയ്തിട്ട് എന്ത് പറ്റി? ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് പലരും. പക്ഷേ ഇറ്റ് ആൾസോ പ്രൊമോട്ട് ടീം സ്പിരിറ്റ് ആൻഡ് ജനറൽ ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ഇന്ത്യ. ഇവിടെ പിന്നെ ട്രെയിനിങ്ങിന്, സിവിൽ സർവന്റിന്റെ ട്രെയിനിങ് ഉണ്ട് കേട്ടോ. അതായത് അവർ പാസ്സായി അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. കാരണം ട്രെയിനിങ് ഈസ് എ മസ്റ്റ്. ട്രെയിനിങ് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ്, ശ്രദ്ധിക്കുക, കാരണം കുറച്ച് ഞാൻ സ്പീഡിൽ പോകും. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ വിത്തിൻ 20 minutes ഐ ഹാവ് ഗോട്ട് അനദർ ഗൂഗിൾ മീറ്റ് ഇൻ അതർ സബ്ജക്ട്സ് ഇൻ മാസ്റ്റേഴ്സ് ഡിഗ്രി. അതുകൊണ്ട് ഒന്ന് ദയവേത് ശബ്ദത്തോടുകൂടി കേൾക്കുക, ഓക്കെ? അപ്പോൾ അത് കാരണം ഐ വിൽ ഫുള്ളി യൂട്ടിലൈസ് യുവർ ടൈം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പോകണം. വീട്ടിലെത്തിയിട്ട് അടുത്ത ഇവിടെ തന്നെ ഇഗ്നുവിൻ്റെ വേറെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ വേറെ ഒരു ക്ലാസ് ഓൺലൈനിൽ ഉണ്ട്. ഇന്നല്ല, കുറേ എല്ലാ ഇതും ഉണ്ട്. സോ ഈ എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ, ട്രെയിനിങ് എക്സിസ്റ്റിംഗ് നോളജ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ ഫ്യൂച്ചർ ചാലഞ്ച്. നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എത്താം എന്ന് വിചാരിക്കരുത്. അതിനനുസരിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിലൊപ്പം ട്രെയിനിങ്ങും വേണം. ട്രെയിനിങ് മസ്റ്റാണ്. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പം ഒരു ഡ്രൈവർ, അവന് ഡ്രൈവിങ് അറിയില്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് ഇല്ലെങ്കിൽ ഡ്രൈവർ ആവാൻ. പൈലറ്റ്, അവന് എയറോനോട്ടിക് ട്രെയിനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളെങ്ങനെ പൈലറ്റ് ആവുക? ട്രെയിനിങ് ഈസ് എ മസ്റ്റ്. എല്ലായിടത്തും എവിടെ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴത്തെ സമയത്ത് കാരണം അത് ന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഗവൺമെന്റിലായാലും ശരി, AS-നില്ലേ ട്രെയിനിങ്, 6 മാസം ട്രെയിനിങ് ഉണ്ട്.
IPS-ന്റെ ട്രെയിനിങ്, IFS-ന്റെ ട്രെയിനിങ് പോരെ. സോ ബേസിക് ഒബ്ജക്റ്റീവ് ട്രെയിനിങ് ആർ ടു പ്രൊഡ്യൂസ് എ സിവിൽ സർവൻറ്റ്. അതായത് ബേസിക് ട്രെയിനിങ് നല്ല സിവിൽ സർവൻ്റ് ആയിട്ട്. പക്ഷെ ഇതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ, കേട്ടോ, വളരെ സിസ്റ്റമാറ്റിക് ആണ്. അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ട്രെയിനിങ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പോസ്റ്റിംഗ് ഉണ്ടാവില്ല കേട്ടോ. ഈ IAS-ന്റെ IPS-ന്റെ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തില്ല, പാസ്സായി, എന്നാൽ പോസ്റ്റിംഗ് ഉണ്ടാവില്ല ട്രെയിനിങ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ. അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണം. കാരണം പോലീസിന്റെ റൈഫിൾ എങ്ങനെ പിടിക്കുക, തോക്ക എങ്ങനെയാണ്, ക്ലൈംബിങ്, ഈത്ത്, ഹൈറ്റ്, മൗണ്ടൻ, അവർ പഠിക്കണം. അവർക്ക് ഇത് കംപ്ലീറ്റ് പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ പിന്നെ ജോലി ചെയ്യുക. പിന്നെ കലക്ടർ, പെട്ടെന്നാണ് കലക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? അസിസ്റ്റന്റ് കലക്ടർ അങ്ങനെയല്ലേ വരൂ. സോ അപ്പം ഇതുണ്ട് മോറൽ ബൂസ്റ്റിങ്, ഒരു എബിലിറ്റി ഉണ്ടാവും, ഹൗ ടു ഹാൻഡിൽ ദ ജോബ്, ഒരു വിഷൻ ഉണ്ടാവും, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവർ വളരെ ശാന്തശീലരായിട്ട് വളരെ കൂളായിട്ട് അവനാണ് ഓരോരുത്തരുടെ കാര്യം ചെയ്യുക. അപ്പൊ പബ്ലിക് സർവന്റ് വളരെയധികം ഡ്യൂട്ടി ഉണ്ട്. അവർ ട്രെയിൻഡ് ആയിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അങ്ങനെ ജനിക്കുമ്പോ തന്നെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ല. അവര് ട്രെയിനിങ്ങിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ അവരെ വളർത്തിയെടുക്കലാണ്. അല്ലാണ്ട് ജനിക്കുമ്പോ അങ്ങോട്ട് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വരില്ല. ഓക്കെ. അടുത്ത് ഓറിയന്റേഷൻ പ്രോഗ്രാം പറഞ്ഞാൽ ആ ഓർഗനൈസേഷനെ പറ്റി എല്ലാ അവയർനെസ്. പ്രീ എൻട്രി പറഞ്ഞാൽ അതിന് മുമ്പേത്തെ. ഓറിയന്റേഷൻ പറഞ്ഞാൽ അത് കമ്പനിയിൽ എന്തെല്ലാം നടക്കും, പ്രൊഡക്ഷൻ, അത് ഇത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പല പല ഡിപ്പാർട്ട്മെന്റ്സ്, ആളുകൾ, ഇതൊക്കെ. പിന്നെ ഇൻ സർവീസ്, നിങ്ങൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോസ്റ്റ് എൻട്രി ഉണ്ട്. ചില സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞാലേ നമ്മുടെ നോളജ് സ്കിൽ അപ് ടു ഡേറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു പോയിട്ടോ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ഓരോരോ റീഫ്രഷർ കോഴ്സ്, ദാറ്റ് ഇസ് കാൾഡ് റീഫ്രഷർ കോഴ്സ് ട്രെയിനിങ്. പുതിയ ടോപ്പിക്കിൽ യൂറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഒക്കെ ഫൈനാൻസിലൊക്കെ ഇല്ലേ, ഓരോന്ന് പുതിയത് മാർക്കറ്റിംഗ് ഇതൊക്കെ. പിന്നെ ഷോർട്ട് ടേം ചിലവരെ പുറത്തു പറഞ്ഞിട്ട് ഓരോരോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 1 മാസം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളിലേക്ക് അങ്ങനെ പറഞ്ഞേക്കും. പിന്നെ 6 മാസത്തെ ട്രെയിനിങ്ങിന് പറഞ്ഞേക്കുന്നുണ്ട് ചില ഇതില്. ഓക്കെ. പിന്നെ ട്രെയിനിങ് ബ്രസീലത്തെ കാര്യമാണത്. ഇതേമാതിരി ബ്രസീലിലെ ആൾദോ ഇറ്റ് ലെസ് നോട്ട് ഫോർ റിജിഡ് നോക്കും അവിടെ പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മയില്ല പറയാണ്, ചില ആളുകള്, ചില കമ്പനികള് ട്രെയിനിങ് അയ്യോ എന്തിനെത്ര പൈസ ചെലവഴിക്കുന്നത്. ബ്രസീൽ നോക്കൂ, നോട്ട് ഫോളോ എ റിജിഡ്. ഇവിടെ അങ്ങനെയല്ല. അപ്പൊ ചില കമ്പനികൾ വിചാരിക്കും ഇത് വേസ്റ്റാണ്, എന്തിനീ ട്രെയിനിങ്ങിന് കാശ് പോകണം. ശ്രദ്ധിച്ചു കേട്ടോളൂ, ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ സഫർ ചെയ്യും. IT-യിൽ അനലോഗ് ടെക്നോളജിയിൽ സോഫ്റ്റ്വെയർ ഇതിൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ ടെക്നോളജിയാണ്. നിങ്ങൾ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ അവരെന്താ ജോലി ചെയ്യുക? ട്രെയിനിങ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ ദ ഫോർമേഷൻ, റെക്കഗ്നിഷൻ ആൻഡ് ഐഡന്റിറ്റി, ഹോമോജിനിറ്റി. അതായത് ഓരോരുത്തരുടെ പോപ്പുലേഷൻ വിത്ത് ദ കാറ്റഗറി ഓഫ് ദ സിവിൽ സർവന്റ് അല്ലേ ട്രെയിനിങ്ങിന് കൊടുക്കണ്ടേ അവർക്ക്. അത് ഓരോ ഇപ്പൊ ബ്രസീലും അങ്ങനെ തന്നെയാണ്, എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. പൊതുവെ ഇതെല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഉണ്ട് ചിലവർക്ക്. അതേമാതിരി വേറെ ഡിഗ്രി മേടിച്ചിട്ടാണ് പോയാൽ പോരാ, അതിന്റെ ട്രെയിനിങ്ങും ഉണ്ട്. ആ ഡിഗ്രിയുടെ നമ്മൾ യോഗ്യതയും കാണിക്കണ്ടേ. അപ്പോ പ്രൊഫഷണൽ ട്രെയിനിങ് ഉണ്ട്, സ്കിൽഡ്, അതായത് നമ്മുടെ വെൽഡർ, ഫിറ്റർ, നമ്മുടെ വെൽഡിങ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഓരോരോ പ്രൊഫഷണൽ, കമ്പനി സെക്രട്ടറി, അതേമാതിരി ചാർട്ടേഡ് അക്കൗണ്ടന്റ്, പ്രൊഫഷണൽ ട്രെയിനിങ് ഉണ്ട്. ദീസ് ആർ ക്രൂഷ്യൽ ഡയമെൻഷൻ. അങ്ങനെ പോകുന്നു ഒരു സിവിൽ സർവന്റിന്റെ. പിന്നെ റഷ്യൻ സിസ്റ്റം. പിന്നെ ചിലർ ഇതിന് ബഡ്ജറ്റ് ഇയർ മാർക്ക് ചെയ്യണം കേട്ടോ. പൈസ ഇയർ മാർക്ക് ചെയ്യണം. പൈസ ചെലവുണ്ടല്ലോ ഇതൊക്കെ. ട്രെയിനിങ് എപ്പോഴും പൈസ ചെലവുണ്ട്. ബഡ്ജറ്റിൽ പ്രൊവിഷൻ വേണം. ഓരോരോ ഓർഗനൈസേഷന്റെ ഇതിൽ ഇത്ര ഞങ്ങൾ ട്രെയിനിങ്ങിന് ഇത്ര ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എനിവേ, സോ ഇൻ ദ റീസെന്റ് ഇയർ ഡെവലപ്ഡ് എ മൾട്ടി ഡയമെൻഷണൽ കോംപ്ലക്സ് സെറ്റ് ഓഫ് ഡിഫറെന്റ് പ്രോഗ്രാം. അതിനെ പറ്റിയിട്ടൊക്കെയാണ് റഷ്യത്തെ. ജസ്റ്റ് ഇത് വായിച്ചാൽ മതി. കാരണം ഇതൊക്കെയാണ് 3 കൊല്ലത്തെ, അങ്ങനെ ഓരോ രാജ്യത്ത് ഓരോ വിധം. അന്ന് ഇത് വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ വളരെ ഈസി ആയിട്ട് ഓരോരോ രാജ്യങ്ങളിലും ഓരോരോ വിധത്തിലുള്ള ട്രെയിനിങ്. ചിലത് 1 കൊല്ലത്തെ, ചിലത് 5 മാസത്തെ, 2 മാസത്തെ, അങ്ങനെ. ഇറ്റ് ഇമ്പോസിബിൾ ടു സ്പെൻഡ് ഓൾ ദ ചില സമയത്ത് ട്രെയിനിങ്ങിന് അലോക്കേറ്റഡ് ഫണ്ട് ചിലപ്പോൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില സമയത്ത് അത് ക്യാരി ഫോർവേഡോ അതിനൊക്കെ, അല്ലെങ്കിൽ ആ പൈസ പോവും. അപ്പൊ 1 കോടി രൂപ അല്ലെങ്കിൽ 50 ലക്ഷം ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 കൊല്ലത്തേക്ക് എന്ന് കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പൈസ പോകും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് ന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. പിന്നെ നമ്മുടെ കറണ്ട് ഓരോ ടോപ്പിക്കും നമ്മൾ ട്രെയിനിങ് കലണ്ടർ ഉണ്ടാക്കണം. പിന്നെ എന്താണ്, ഏതിലാണ് ട്രെയിനിങ്, ആരൊക്കെയാണ് ട്രെയിനിങ്ങിന് പോകേണ്ടത് തീരുമാനിക്കണം. അത് അപ്രോപ്രിയേറ്റ് അതോറിറ്റീസ്, എഡ്യൂക്കേഷൻ, ഇന്ററാക്ഷൻ, ഓൺലൈൻ. ഇന്നത്തെ കാലത്ത് ഓൺലൈനിലും കുറെ സാധ്യമാണ്.
പിന്നെ പല പല നമ്മുടെ ട്രെയിനിങ് സെന്റർ ഉണ്ട്, അക്കാഡമി, നാഷണൽ എക്കോണമി, പലതും നമ്മുടെ ഉണ്ട്. ഹൈദരാബാദിലുണ്ട്, ഇവിടെ ഓരോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയോ ഉണ്ട്. ഇന്ത്യൻ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതേമാതിരി അവിടെ എല്ലാ രാജ്യത്തും ഉണ്ട് എഡ്യൂക്കേഷൻ, സയന്റിഫിക്. നമ്മുടെ വിക്രം സാരാഭായ് റിസർച്ച് സെന്റർ, ഓരോ സ്റ്റാഫ് ട്രെയിനിങ് കോളേജ്, ബാങ്കിൻ്റെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി, പബ്ലിക്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റ് ഉണ്ട് ഇവിടെ കേരളത്തിൽ. അങ്ങനെ പലയിടത്തും. ഹൈദരാബാദില് നമ്മുടെ എന്താ അക്കാഡമിയ അവിടെ ഉണ്ട്, പലയിടത്തും ഉണ്ട്. മിസോറിയിലുണ്ട്, നമ്മുടെ ഹൈദരാബാദിൽ വേറെ സർദാർ വല്ലഭായ് പട്ടേൽ ഇതുണ്ട്, അവിടെ ഉണ്ട്. ഓരോരോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മുടെ ഇതുണ്ട്, നമ്മുടെ IFS ഉണ്ട്. അങ്ങനെ ഓരോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓരോ സ്ഥലത്തുണ്ട്. അതേമാതിരി എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. പിന്നെ ഷോർട്ട് ടേം പ്രോഗ്രാം, റഷ്യയിലൊക്കെ 72 മുതൽ എത്ര ഷോർട്ട് ടേം, മിഡിൽ ടേം, അത് കഴിഞ്ഞിട്ട് 500 അവർ, ലോങ് ടേം, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ്. ഇതൊക്കെ ഓരോരോ രാജ്യത്തിലും ഓരോരോ വിധാണെന്ന് മാത്രം ഓർത്താൽ മതി. ഈ പ്രൊഫഷണൽ ട്രെയിനിങ് ആൻഡ് അപ്ഗ്രേഡ് ഇൻ ക്വാളിഫിക്കേഷൻ. പിന്നെ സിവിൽ സർവീസ് ഓഫ് ദ റഷ്യൻ ഫെഡറേഷൻ, അഡ്മിനിസ്ട്രേഷൻ, മുനിസിപ്പൽ അതായത് മുനിസിപ്പാലിറ്റിയിൽ ആരായിരിക്കണം, അവിടെ എങ്ങനെ സെക്രട്ടറി വേണോ, അത് വേണോ, പ്രസിഡന്റ് വേണോ, ചെയർമാൻ വരുമോ, ഒക്കെ അവർ തീരുമാനിക്കും. പൊളിറ്റിക്കൽ സയൻസിനെ പറ്റി അറിയണം, രാഷ്ട്രീയം, സോഷ്യോളജി, ഇതാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. പൊളിറ്റിക്കൽ സയൻസ് അറിയണം, സോഷ്യോളജി, സൈക്കോളജി, ഓരോരുത്തരുടെ. പിന്നെ വേൾഡ് എക്കണോമിക്സ്, ലോകത്തിൽ എന്താ നടക്കണമെന്ന് അറിയണ്ടേ. വേൾഡ് എക്കണോമിക്സ്, എവിടെ പൈസ ഇല്ലെങ്കിൽ എവിടുന്ന കടം മേടിക്കേണ്ടത്, അതിന് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് നോക്കണ്ടേ. ഇല്ലെങ്കിൽ ശ്രീലങ്കടമായിരിക്കും. ഇവിടെ കടത്തിന്റെ കണ്ടില്ലേ പാകിസ്ഥാനിലൊക്കെ. ഫൈനാൻസ് ആൻഡ് ക്രെഡിറ്റ്, എവിടുന്ന് കിട്ടും കാശ്, പക്ഷേ കാശ് മേടിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം പേയിങ് കപ്പാസിറ്റി ഉണ്ടോന്ന്. ഇന്റർനാഷണൽ എക്കണോമിക് റിലേഷൻ, പിന്നെ ഓരോരോ രാജ്യങ്ങളായിട്ട് നമ്മൾ അറിയാലോ. ഇപ്പൊ നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ, അതേമാതിരി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ കൊടുക്കുന്നു, ഇന്ത്യ ഇവിടുത്തെ ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ഓരോ രാജ്യങ്ങൾ നമ്മൾ മേടിക്കുന്നു, അമേരിക്കയിൽ നിന്ന്, അങ്ങനെയൊക്കെ പല 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 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ട്. മിലിറ്ററി അറിയാലോ, ഇവിടുത്തെ പ്ലെയിന് അതെന്തൊക്കെ മിലിറ്ററി, നമ്മുടെ ഇത് പലതും ഡിഫൻസിന്റെ ടാങ്ക്, ഇതൊക്കെ പലതും പല രാജ്യങ്ങളിൽ നിന്നും. നമ്മുടെ റാഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന്, അങ്ങനെ പല രാജ്യങ്ങളിൽ അങ്ങനെ അങ്ങോട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ സിവിൽ സർവൻറ്റ് ട്രെയിനിങ്, IAS ഓഫീസർ പറഞ്ഞു, അവരുടെ ട്രെയിനിങ്ങിന് അത് എല്ലായിടത്തും അതേമാതിരി കേട്ടോ. IAS ഓഫീസർ 8 കൊല്ലം കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് അത് ഓരോരോ സർവീസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോരോ വിധത്തിലുള്ള ട്രെയിനിങ് ഉണ്ട്. അവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ പബ്ലിക് മാനേജ്മെന്റ്, ട്രെയിനിങ് ഓരോരോ കാലാവധിയാണത്. പിന്നെ ട്രെയിനിങ് ചൈനയിലത്തെ അട്രാക്ടിങ് കേബിൾ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ട്രെയിനിങ് സിസ്റ്റം, അതിനെ പറ്റിയാണ്. ടൈപ്സ് ഓഫ് സിവിൽ സർവീസ് ട്രെയിനിങ്, അവിടെ ഡിഫറെന്റ് ആയിട്ട് ഇമ്പാക്ട് ഓഫ് സിവിൽ സർവീസ് ട്രെയിനിങ്. പിന്നെ ഇവിടെ പറയാനുള്ളത് ട്രെയിനിങ് സിവിൽ സർവീസ് ഇൻ, ഇവിടെ ഒരു പ്രത്യേകം നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്. പിന്നെ നോക്കൂ, ഇതില് ചൈനയുടെ ഒക്കെ അവിടെ ഇട്ടട്ടെ, ഇവിടെ ഇത് നോക്കട്ടെ ഒരു മിനിറ്റ്. നോക്കിക്കോളൂ. നോക്കൂ, നമ്മുടെ ഇങ്ങനെ ആയിരിക്കണം. സൗത്ത് ആഫ്രിക്കയിലെ ബാത്തോ പെലെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ, അതായത് 8 പ്രിൻസിപ്പിൾ ഉണ്ട് പബ്ലിക് സർവന്റ് എന്താ ചെയ്യേണ്ടതെന്ന്, അതായത് എങ്ങനെ ജനങ്ങളോട് പെരുമാറേണ്ടതെന്ന്. സൗത്ത് ആഫ്രിക്കയിലെ ബാത്തോ പെലെ പ്രിൻസിപ്പിൾ, അതിലെന്താണ്, ഇറ്റ് റിക്വയർസ് പബ്ലിക് സർവന്റ് ടു ബി പൊളൈറ്റ്, വളരെ പൊളൈറ്റ് ആയിരിക്കണം, ഓപ്പൺ, ട്രാൻസ്പെറന്റ്, ഡെലിവറിങ് ഗുഡ്സ്, നമ്മളെ പറഞ്ഞ ജോലി ചെയ്യണം, ടു ദ പബ്ലിക് ബൈ കൺസൾട്ടേഷൻ, അവരോട് കൂടി കൺസൾട്ട് ചെയ്തിട്ട്, സർവീസ് സ്റ്റാൻഡേർഡ് നല്ലതായിരിക്കണം, എക്സസ്, എല്ലാവരും കൂടി എക്സസ് വേണം, കേഴ്സി, പൊളൈറ്റ്നസ്, ഇൻഫർമേഷൻ, ഓപ്പൺനെസ്, ഫ്രാങ്ക് ആയിട്ട്, ട്രാൻസ്പെറൻസിയോട് കൂടി, പിന്നെ ആരെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുക, പിന്നെ വാല്യൂ ഫോർ മണി, ഇതൊക്കെ നമ്മളെ ശ്രദ്ധിക്കണം. നൗ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ട്രെയിനിങ് കൊടുക്കാൻ. കൺക്ലൂഷൻ, ദ ട്രെയിനിങ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ്സ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രുമെന്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ച് ഇൻ ബ്രിക്സ്. എല്ലാ രാജ്യങ്ങളിലും ട്രെയിനിങ് ഉണ്ട്, പല വിധത്തിലാണ്, ഓരോ രാജ്യങ്ങളിലും ഓരോ പോളിസിയാണ്. പൈസ, സാമ്പത്തികമായി ഭദ്രത ഉണ്ടോന്നും കൂടി നോക്കണം കേട്ടോ. ഇപ്പൊ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ട്രെയിനിങ് കൊടുക്കാൻ പറഞ്ഞാൽ അവര് പൈസ വേണ്ടേ? ഇല്ല എന്നല്ല പറയുന്നത്, ഇപ്പൊ ഈ സാഹചര്യത്തിൽ അവരുണ്ടാവില്ല. അപ്പോ all the 5 countries have, നമ്മുടെ ഇവിടെ അനവധി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, elaborative programs so as to keep the civil servant abreast the latest development and equip them to deal with the challenges of socio-economic development. Accordingly, all 5 countries, നമ്മുടെ 5 രാജ്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞത്, have set up institutional framework to impart training the civil servant in their countries
റെസ്പെക്റ്റീവ്ലി അപ്പാർട്ട് ഫ്രം ഫോറിൻ ട്രെയിനിങ്ങിന്. അപ്പോൾ പലയിടത്തും നമ്മുടെ IAS ഓഫീസൊക്കെ പുറത്തു പോയിട്ട് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. നമ്മുടെ വലിയ വലിയ കമ്പനികളിലും പുറത്തു പോയിട്ട് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഇപ്പോൾ XLR അതേമാതിരിയുള്ള പല പല സ്ഥാപനങ്ങളിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട് ബോംബെ, അതേമാതിരി ഹൈദരാബാദ് ഇതുണ്ട്, അക്കാഡമികളുണ്ട് പലതും. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ട്രെയിനിങ് എടുക്കുന്നു. So thank you very much. See you because I have got another class. Thank you very much for your cooperation.